അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സഹോദരങ്ങളെ, പിശാചിൻ്റെ പാർട്ടിയായ കുരുവട്ടൂരികളെക്കുറിച്ചും അവരുടെ പിഴച്ച വിശ്വാസങ്ങളെക്കുറിച്ചും അവരുടെ വഷളൻ പ്രസംഗങ്ങളെക്കുറിച്ചുമാണ് കഴിഞ്ഞ ഏതാനും വീഡിയോകളിലായി നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, കേരള മുസ്ലിങ്ങൾക്ക് ഇന്നോളം കേട്ടുകേൾവിയില്ലാത്ത വിധത്തിൽ അങ്ങേയറ്റം അപകടകരവും അനിസ്ലാമികവുമായ വാദങ്ങളാണ് കുരുവട്ടൂരികളുടെ വായാടി പ്രാസംഗികർ കേരള മണ്ണിൽ ഛർദ്ദിച്ചു കൊണ്ടിരിക്കുന്നത്. അവർ മശായിഖന്മാർ എന്ന് പേരിട്ട് വിളിക്കുന്ന ഈ കിറുക്കന്മാർ അവർ അള്ളാഹുവിൻ്റെ സ്ഥാനത്താണെന്നും അള്ളാഹുവിൻ്റെ പകരക്കാരാണെന്നും അള്ളാഹു ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നവരാണെന്നും അള്ളാഹു അറിയുന്നത് പോലെ അറിയുന്നവരാണെന്നും കേൾക്കുന്നത് പോലെ കേൾക്കുന്നവരാണെന്നും അങ്ങനെ തുടങ്ങി വളരെയധികം അപകടകരമായ വാദങ്ങളാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഈ മശായിഖന്മാരുടെ ഭാര്യമാർ റസൂലുള്ളാഹിന്റെ ഭാര്യമാരെ പോലെയാണെന്നും അഥവാ ഉമ്മഹാത്തുൽ മുഅ്മിനീന്റെ സ്ഥാനത്താണെന്ന് വരെ ഇവന്മാർ പറഞ്ഞു കളഞ്ഞു. ഇങ്ങനെ തുടങ്ങി എണ്ണിയാലൊടുങ്ങാത്ത ഞെട്ടിക്കുന്ന വാദങ്ങളാണ് കുരുവട്ടൂരികൾ കേരള മണ്ണിൽ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ബാക്കിയെന്നോണം കുറച്ച് വിഷയങ്ങൾ കൂടി ചർച്ച ചെയ്യാനാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഇൻഷാ അല്ലാഹ്. സുഹൃത്തുക്കളെ, ഇക്കൂട്ടരുടെ മറ്റൊരു പിഴച്ച വാദം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് സ്വഹാബത്ത് എങ്ങനെയാണോ മനസ്സിലാക്കിയത് അതുപോലെ തന്നെ മശായിഖന്മാരെ കുറിച്ച് നമ്മളും മനസ്സിലാക്കണമെന്നാണ്. അതൊന്ന് കേട്ടു നോക്കുക. ഹബീബായ മുത്തു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബികൾ ഏത് രൂപത്തിലാണോ വിശ്വസിച്ചത് അതുപോലെയാണ് മശായിഖന്മാരെ സംബന്ധിച്ച് അവരുടെ അഹ്ലുകാരായ നമ്മളും വിശ്വസിക്കേണ്ടത് എന്നതാണ് പറഞ്ഞതിന്റെ ആകത്തുക. കേട്ടല്ലോ സഹോദരങ്ങളെ, റസൂലിനെ കുറിച്ച് സ്വഹാബത്ത് എന്താണോ വിശ്വസിച്ചത് അതുപോലെ തന്നെയാണ് മശായിഖന്മാരെ കുറിച്ച് നമ്മളും വിശ്വസിക്കേണ്ടത്. കാരണം റസൂലുള്ളാഹിന്റെ സ്ഥാനത്താണ് മശായിഖന്മാർ, അള്ളാഹിന്റെ സ്ഥാനത്താണെന്ന് ആയാലും പറഞ്ഞിട്ടുണ്ട്. അവർക്ക് ഇനിയിപ്പോൾ റസൂലുള്ളാഹിന്റെ സ്ഥാനത്താന്ന് പറയാൻ വലിയ മടിയൊന്നും ഉണ്ടാവുമല്ലോ. അപ്പോൾ റസൂലുള്ളാഹിനെ കുറിച്ച് സ്വഹാബത്ത് എന്താണോ വിശ്വസിച്ചിരുന്നത്, റസൂലുള്ളാഹിന്റെ ജീവിതത്തിൽ ഒരിക്കലും തെറ്റ് ചെയ്യൂല, പാപ സുരക്ഷിതനാണ്, മഅ്സൂമാണ്. ഇതാണ് സ്വഹാബത്തിന്റെ വിശ്വാസം, ഇതാണ് മുസ്ലിം ലോകത്തിന്റെ വിശ്വാസം, ഇതാണ് അഹ്ലു സുന്നത്തിന്റെ വിശ്വാസം. ഇത് തന്നെ വിശ്വസിക്കണം ഇവരുടെ മശായിഖന്മാരെ കുറിച്ച്. ഇപ്പൊ ഇവരുടെ മശായിഖന്മാരിന്ന് ജീവിച്ചിരിക്കുന്ന മശായിഖന്മാരിൽപ്പെട്ട വലിയ കോജയാണ് കുരുവട്ടൂർ ഹാഫിൽ, പല നേതാവ്. റസൂലുള്ളാഹിനെ കുറിച്ച് സ്വഹാബത്ത് എന്താണോ വിശ്വസിച്ചത് അതുപോലെ തന്നെ കുരുവട്ടൂർ ഹാഫിദിനെ കുറിച്ച് നമ്മളും വിശ്വസിക്കണം. റസൂലുള്ള മഅ്സൂമാണല്ലോ, തെറ്റ് ചെയ്യൂല്ലോ, പാപ സുരക്ഷിതനാണല്ലോ. അതുപോലെ തന്നെ കുരുവട്ടൂർ ഹാഫിദും ഓൻ തെറ്റ് ചെയ്യൂല, ഓ മഅ്സൂമാണ്, പാപ സുരക്ഷിതനാണ്, എല്ലാ പാപത്തിൽ നിന്നും അള്ളാഹുവിനെ കാത്തിട്ടുണ്ട്. ഇതൊക്കെ വിശ്വസിക്കണം. അപ്പോൾ നിങ്ങൾ പൂർണ്ണമായ മുസ്ലിമാകൂ. മശായിഖന്മാരെ കുറിച്ച് അങ്ങനെ വിശ്വസിക്കണം എന്നാണ് ഈ പറഞ്ഞത്. എന്നാൽ ഈ റസൂലുള്ളാഹിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന എന്തെങ്കിലും സ്വഭാവ ഗുണങ്ങൾ ഈ മശായിഖന്മാരെന്ന് പറയുന്ന ഈ കിറുക്കന്മാർക്കുണ്ടോ? ഉണ്ടോ? റസൂലുള്ളാഹിന്റെ ജീവിതത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അനുയായികൾക്ക് സംശയമുണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ടോ? ഇല്ല. സംശയത്തിന് എന്തെങ്കിലും പഴുതുണ്ടാകുന്ന സന്ദർഭം വരുമ്പോൾ ആ പഴുത് അടക്കാണ് റസൂലുള്ളാഹി ചെയ്തത്. ഇപ്പോൾ ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ ഇത്തികാഫ് ഇരിക്കുന്ന സമയത്ത് അവിടുത്തെ പത്നിയായ നമ്മുടെ ഉമ്മയായ സഫിയ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിനെ കാണാമെന്നൊരു ചരിത്രം ഹദീസിലുണ്ട്. ഇരുട്ടാണ്. അപ്പൊ റസൂലുള്ളാഹിന്റെ അടുത്ത് റസൂലുള്ളാഹിന്റെ ഭാര്യ നിൽക്കുന്ന സമയത്ത് അൻസാരികളായ രണ്ട് സ്വഹാബത്ത് അതിലൂടെ കടന്നു പോയപ്പോൾ റസൂലുള്ളാഹി അവരെ വിളിച്ചുകൊണ്ട് പറഞ്ഞു കൊടുക്കുകയാണ്, ഇതാ ഈ നിൽക്കുന്നത് എൻ്റെ ഭാര്യയാണ് കേട്ടോ. അപ്പൊ അവർ ചോദിക്കുന്നുണ്ട്, എന്താ റസൂല്, എന്തിനാണ് നിങ്ങൾ അങ്ങനെ പറയണത്? ഞങ്ങൾക്ക് അങ്ങയെക്കുറിച്ച് യാതൊരു സംശയമില്ലല്ലോ, പക്ഷെ നിങ്ങളെ മനസ്സിൽ പിശാച് എന്തെങ്കിലും സംശയം ഇട്ടു തരുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അതാണ് റസൂല്. സംശയത്തിന് പഴുതുള്ള ഒരു കാര്യവും അവിടുത്തെ ജീവിതത്തിൽ ചെയ്തിട്ടില്ല. ഇവന്മാരെ മശായിഖന്മാരെന്ന് പറയുന്ന ഈ ഔലിയാക്കൾ എന്ന് പറയുന്ന ഈ ഭ്രാന്തന്മാര്, ഈ പടുഭിരാന്തന്മാര്, ഈ കിറുക്കന്മാരെ അവസ്ഥ എന്താ? സംശയം ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ മാത്രമേ ഒരു ജീവിതത്തിൽ ചെയ്യുള്ളൂ. നിസ്കരിക്കൂല, നോമ്പ് നോക്കൂല, നോമ്പ് നോറ്റാളെ മുറിപ്പിക്കും, സ്വന്തം അമ്മ സലാം പറഞ്ഞാൽ മടക്കൂല, സമൂഹത്തിനോട് ബാധ്യതയില്ല, കുടുംബത്തിനോട് ബാധ്യതയില്ല, കെട്ടിയോളെ ഒഴിവാക്കുക, കെട്ടിയോളെ അനാവശ്യമായിട്ട് ഉപദ്രവിക്കുക, കെട്ടിയോളെ തളർത്തിയിടുക, ഒറ്റ നോട്ടം കൊണ്ട് ഭസ്മീകരിക്കുക. അങ്ങനെ തുടങ്ങി റസൂലുള്ളാഹിന്റെ ജീവിതത്തിലുള്ള ഒരു സ്വഭാവ ഗുണങ്ങളും ഈ മശായിഖന്മാരെന്ന് പറയുന്ന ഈ കിറുക്കന്മാരുടെ ജീവിതത്തിലില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഒരിക്കലും നിസ്കരിക്കാത്ത സന്ദർഭം ഉണ്ടായിട്ടുണ്ടോ? സഹാബത്ത്, ഞാൻ ഇപ്പൊ ഇന്ന് മക്കത്താണ്, ഇപ്പൊ വൈത്തുൽ മുഖദ്ദസിൽ നിസ്കരിക്കുന്നത്, അവിടെ എൻ്റെ തടുകടക്ക് എടുക്കുകയാണ്, ഞാൻ നിസ്കരിക്കാത്ത നിങ്ങൾ നോക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? നോമ്പ് നോക്കാത്ത, നോമ്പ് മുറിച്ച സന്ദർഭം ഉണ്ടായിട്ടുണ്ടോ? ഫർള് നോമ്പ് മുറിപ്പിച്ച സന്ദർഭം ഉണ്ടായിട്ടുണ്ടോ? ഭാര്യമാരോടുള്ള കടമ നിറവേറ്റിയിട്ടില്ലേ? സമൂഹത്തിനോടുള്ള കടമ നിറവേറ്റിയിട്ടില്ലേ? കുടുംബത്തോടുള്ള കടമ നിറവേറ്റിയിട്ടില്ലേ? ഇതാണ് റസൂലുള്ളാഹിന്റെ പവിത്രമായ ജീവിതം. ഇവന്മാരോ
എന്ത് ക്വാളിറ്റിയാണ് നിങ്ങൾക്ക് റസൂലുള്ളാന്റെ പേരേറ്റ് കൂട്ടിക്കെട്ടാങ്ങളെ മശായിഖന്മാർക്കുള്ളത്? എന്ത് ക്വാളിറ്റിയാണത് നിങ്ങൾക്ക്? നിസ്കരിക്കാതെ അങ്ങനെ കൂറക്കം വലിച്ച മൂട്ടിലെ കയ്യും തിരി ഇങ്ങനെ കിടന്നുറങ്ങും കേട്ടോ. ഞാൻ ഇന്ന് മക്കത്താണ് നിസ്കരിച്ചത്, ഞാൻ മദീനത്താണ് നിസ്കരിച്ചത്, ലോഹർ മക്കത്ത്, അസർ മദീനത്ത്, മഗ്രിബ് മസ്ജിദുൽ അഖ്സയിൽ. ഈ വക തോന്നിയാസങ്ങൾ മുഴുവനും ചെയ്യുക. സംശയം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ, സമൂഹത്തിന് സംശയം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ മാത്രമേ അവർ ജീവിതത്തിൽ ചെയ്യുള്ളൂ. എന്താണ് നിങ്ങൾക്ക് ഇവിടുന്നാണ് നിസ്കരിച്ചാൽ? നിങ്ങളെ മശായിഖന്മാരെന്ന് പറയുന്ന ഈ കിറുക്കന്മാരുണ്ടല്ലോ, ഇവർക്ക് എന്താ ഇവിടുന്നാണ് നിസ്കരിച്ച കുഴപ്പം? പോലീസ് എന്താ ഗവൺമെന്റ് രാജ്യദ്രോഹ കുറ്റത്തിന് ജയിലിലടക്കുമോ? തന്നെ നിസ്കരിക്കൂല, അങ്ങനെ കിടന്നുറങ്ങും. നോമ്പ് നോൽക്കൂല, നോമ്പ് നോറ്റാൽ മുറിപ്പിക്കുക, സ്വന്തം പച്ചത്തള്ളക്ക് സലാം അടക്കാതെ വെക്കുക, ഹോട്ടലിൽ കയറി കണ്ട് പൈസ കൊടുത്ത് വെട്ടി മുടുങ്ങിയിട്ട് പൈസ കൊടുക്കാതെ മുങ്ങുക, കിണറ്റി ചാടുക, സ്വർണത്തിന്റെ ആഭരണങ്ങൾ ധരിക്കുക, താടി മീശയും ക്ലീൻ ഷേവ് ചെയ്യുക, ഹറാമായ കാര്യങ്ങൾ മുഴുവനും ചെയ്യുക, നിർബന്ധമായി കൽപ്പിച്ച കാര്യങ്ങളൊന്നും ചെയ്യൂല. ഇങ്ങനെ സമൂഹത്തിന് സംശയം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്യുള്ളൂ. എന്നിട്ട് ഞങ്ങൾ റസൂലുള്ളാന്റെ അനുയായികളാണ്, റസൂലുള്ളാന്റെ പകരക്കാരാകുന്നു ഞങ്ങളുടെ മശായിഖന്മാർ, അതുകൊണ്ട് റസൂലുള്ളാനെ കുറിച്ച് സഹാബത്ത് എന്താണോ വിശ്വസിച്ചത് അതുപോലെ ഞങ്ങളെ മശായിഖന്മാരെ കുറിച്ച് നിങ്ങളും വിശ്വസിക്കണം. പോയി പണിയൊക്കെയോട് നിങ്ങളാണ് മുണുങ്ങിക്കോളി. നിങ്ങൾ 8-10 അരപ്പിരി ലൂസുള്ള തലയെ കെട്ടിട്ട മൊല്ലാക്കന്മാരുണ്ടല്ലോ, ഓളി മുണുങ്ങിയ മതി. ഇത് മുണുങ്ങാനൊന്നും കേരളത്തിലെ മുസ്ലിങ്ങളെ കിട്ടൂല. മനസ്സിലായ നിങ്ങൾക്ക്? അതങ്ങനെ കഴിഞ്ഞില്ല. ഇനി മക്കയിലും മദീനയിലും പോകുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് നമ്മളെ മശായിഖന്മാരെ എടുത്തിരിക്കുന്നത്. കേട്ടോളി. ആരോട് ചോദിക്കപ്പെട്ടു? അലി ഇബ്നു വഫാ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കപ്പെട്ടു. അൻ മുരീദിൻ, ഹദറത്തിൽ ജീവിക്കുന്ന ഒരാളെ കുറിച്ച്. ശരിക്കും മനസ്സിലാക്കണം, ഗൗരവമുള്ള വിഷയമാണ്. അതബ് പഠിപ്പിക്കുകയാണ് മഹാന്മാർ. ഒരു മുരീദിനെ കുറിച്ചാണ് ചോദ്യം. ഇദ്ദഅ അന്നഹു ശഹിദ കമാല ഉസ്താദിഹി, അവൻ വാദിക്കുന്നു എനിക്ക് കിട്ടിയ എന്റെ ശൈഖവറുകൾ ഏറ്റവും പൂർണ്ണമായ അവസ്ഥയിലാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ വാരിസായി, അള്ളാഹുവിന്റെ ഖലീഫയായി ഭൂമിയിൽ വന്നവരാണ് എന്റെ ശൈഖവറുകൾ എന്നൊരാൾ വാദിക്കുന്നു. ثم أراد السفر عن حضرته لزيارة مكة أو المدينة أو بيت المقدس, എന്നിട്ട് അവൻ ഉദ്ദേശിക്കുന്നു സഫറ, യാത്രയെ ഉദ്ദേശിക്കുന്നു, അൻ ഹദറത്തിഹി, ശൈഖ് അവറുകളുടെ ഹദറത്തിൽ നിന്ന് യാത്ര ഉദ്ദേശിക്കുന്നു, ലിസിയാറത്തി മക്ക, മക്കയിൽ പോകാൻ വേണ്ടി, മക്കയിലേക്കുള്ള യാത്ര, അല്ലെങ്കിൽ അവിൽ മദീന, മദീനയിലേക്കുള്ള യാത്ര, അല്ലെങ്കിൽ ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസിലേക്കുള്ള യാത്ര. എന്താണ് ആ മുരീദിന്റെ കാര്യം എന്നതാണ് ചോദ്യം. അതായത് അള്ള തന്നെ വരുന്നതിന് പകരമായി ലോകത്ത് വന്ന ഏറ്റവും പൂർണ്ണമായ ആളാണ് എന്റെ ശൈഖ് എന്ന് വിശ്വസിക്കുന്ന ഒരാൾ, ആ ശൈഖിന്റെ ഹദറത്തിൽ നിൽക്കുന്നതിന് പകരം ഞാനൊന്ന് മക്കയിൽ പോയി വരട്ടെ, അല്ലെങ്കിൽ മദീനയിലേക്ക് പോകട്ടെ, അല്ലെങ്കിൽ ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോകട്ടെ, അല്ലെങ്കിൽ മറ്റു സിയാറത്തിന് പോകട്ടെ എന്ന് ഒരാള് ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ സമ്മതം ചോദിക്കുന്നു. വസ്തദല്ല അലാ ദാലിക ബിസഫർ ഉമർ മിൻ ഹദറത്തിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ മക്കത്ത ലിവഫാഇ നഫ്സി നദിരിഹി. എന്നിട്ട് അതിന് തെളിവ് പറയുന്നു. എന്ത്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദറത്തിലായിരിക്കെ മക്കയിലേക്ക് പ്രത്യേകമായി ഇഅ്തികാഫിന് വേണ്ടി പോകാൻ സമ്മതം ചോദിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ മാതൃകയാക്കിയിട്ട് എനിക്ക് ഇത്തരം സ്ഥലങ്ങളിലേക്ക് പോകട്ടെ, അല്ലെങ്കിൽ ഞാൻ പോകുന്നു എന്നൊരു മുരീദ് ഉദ്ദേശിച്ചാൽ എന്താണ് അതിനെ സംബന്ധിച്ച് അവിടെ നിന്ന് പറയുന്നത്? ഫഖാല സയ്യിദുനാ അലി ഇബ്നു വഫാ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇമാം ശഅരാനി റളിയല്ലാഹു അൻഹു ആ മറുപടി തബഖാത്തിൽ കൊണ്ടുവരുന്നു. അൽ മുരീദു സ്വാദിഖു അവ്വല മാ യശ്ഹദു ഫീ ശൈഖിഹി അൽ കമാൽ യജിദുഹു ഫീ ഹദറത്തിൽ ഹഖ് അല്ലതി ബിഹാ അർവാഹു അഇമ്മത്തുൽ ഹുദാ അജ്മഈൻ. ആദ്യമായി ഒരു മുരീദ് മനസ്സിലാക്കേണ്ടത്, അവൻ അറിയേണ്ടത്, അവൻ ഈ ശൈഖ്, അവൻ വിശ്വസിക്കുന്ന പരിപൂർണനായ ഈ ശൈഖ് അവറുകളുടെ ഹദറത്തിൽ അവൻ എത്തുന്നതോടുകൂടെ അവൻ എവിടെയാണ് എത്തിയത്? അള്ളാഹുവിന്റെ ഹദറത്തിലാണ്. അള്ളാഹുവിന്റെ ഹദറത്ത്, മാ ഹദറത്തു ശൈഖി ഇല്ലാ ഹദറത്തുല്ലാഹ്, അള്ളാഹുവിന്റെ സന്നിധിയിലാണ് അവൻ എത്തിയത്. കാരണം അവന്റെ മുന്നിലുള്ളത് അള്ളാഹുവിന്റെ പ്രതിനിധിയായി ലോകത്ത് വന്ന ശൈഖ് അവറുകളാണ്. അള്ളാഹുവിന്റെ പ്രതിനിധിയായി വന്ന ശൈഖ് അവറുകളുടെ ഹദറത്തിൽ ഇരുന്നാൽ അത് എന്തിന്റെ സ്ഥാനത്താണ്? അള്ളാഹുവിന്റെ കൂടെ ഇരുന്നതിന്റെ സ്ഥാനത്താണ്. അപ്പോൾ പിന്നെ മറ്റു മശായിഖന്മാരുടെ അർവാഹുകളും അതുപോലെ മറ്റുള്ള എന്തെല്ലാം അൻവാറുകളുണ്ടോ അതൊക്കെയും ആ ഹദറത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹ് തന്നെ ആ ഹദറത്തിനെ ശ്രദ്ധിക്കാണ്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരെ അവിടെ വരുന്നു, അവിടെ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു, നബി തങ്ങളുടെ പൂർണ്ണമായ നോട്ടം അവിടെ ഉണ്ടാകുന്നു. മറ്റു ആളുകളൊക്കെയും മഹാന്മാരൊക്കെയും അവിടെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്ര വലിയൊരു ഹദറത്ത് അവന് കിട്ടിയിട്ട് പിന്നെ ആ ഹദറത്ത് വിട്ടവൻ എങ്ങോട്ട് പോകാനാണ്? മറ്റ് അമ്പിയാക്കളുടെ അല്ലെങ്കിൽ ഔലിയാക്കളുടെ ആധാറുകൾ അതിന്റെ സ്ഥലങ്ങളിലേക്ക് എന്ന് പറഞ്ഞ് എങ്ങോട്ടാണ് അവൻ പോകുന്നത്? കേട്ടല്ലോ, ഷാറാനിന്റെ പാള കിതാബിന് തെളിവ്. ഒരു പൊട്ടമുരീത്, ബലമാരുള്ള ഒരു പൊട്ടമുരീത് ഒരു ഷെയ്ഖിന്റെ ഹദറത്തിലെത്തി. നിർവം പറയാണ്, എനിക്ക് കിട്ടിയ ഈ ഷെയ്ഖ് ഉണ്ടല്ലോ പത്തരമാറ്റ് തങ്കാണ്, അള്ളാന്റെ സ്ഥാനത്താണ്, അള്ളാന്റെ ഹദറത്തിൽ ഇരിക്കണം അതേ ശ്രേഷ്ഠ തന്നെ ഷെയ്ഖിന്റെ ഈ ഹദറത്തിൽ ഇരുന്നാല് അങ്ങനെയുള്ള ഞാൻ പിന്നെ മക്കത്തുക്കും മദീനത്തുക്കും പോകേണ്ട വിജന്താൻ ഒരു തെളിവ്.
മഹാനായ ഉമർ റളിയല്ലാഹു മദീനത്ത് നിന്ന് റസൂലുള്ളാഹിയുടെ അനുവാദം ചോദിച്ചിട്ട് മക്കത്തെ പള്ളിയിൽ ഇത്തികാഫ് പോയിരുന്ന ഇരിക്കാൻ അനുവാദം ചോദിച്ചാൽ പോയ സംഭവം. അപ്പോൾ ഉമർ റളിയല്ലാഹു ചെയ്യുന്നപ്പോൾ നമുക്ക് തെളിവല്ല, ഒക്കെ ദീനിലുള്ള കാര്യമുള്ളൂ, അതൊക്കെ ഇസ്ലാമിലുള്ള കാര്യമുള്ളൂ. നമ്മൾ ഇസ്ലാമിന് പുറത്തുള്ള വേറൊരു ബദൽ മതാണുള്ളത്, ജൂതുണ്ടാക്കിയ. അപ്പം അതൊന്നും നമുക്ക് തെളിവല്ല. എൻ്റെ ഷെയ്ഖ് എന്ന് പറഞ്ഞാൽ അള്ളാഹിൻ്റെ സ്ഥാനത്താണ്, എൻ്റെ ഷെയ്ഖിൻ്റെ ഹദറത്തിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹിൻ്റെ ഹദറത്തിൽ ഇരിക്കണ മാതിരിയാണ്. ഇനി അതിലും വലിയൊരു ഹദറത്ത് മക്കി മദീന എന്താ എനിക്ക് കിട്ടാനുള്ളത്? അതുകൊണ്ട് അവിടെ തന്നെ ചടഞ്ഞുകൂടി ആ ഷെയ്ഖിൻ്റെ മൂട്ടിൽ ആ ഷെയ്ഖിൻ്റെ കാലും നക്കി കണ്ടടക്ക് ഇടുന്നോ എന്നാണ് ഷാറാനി ഇമാം പറഞ്ഞിരിക്കുന്നു. ക്ലിയർ ആയല്ലോ? ഷാറാനിയാണല്ലോ ഇപ്പോൾ ദീനിൻ്റെ ആകത്തുക. ഇത് ഷാറാനി ഏതെങ്കിലും കിതാബ് പറഞ്ഞാലും കുഴപ്പമില്ല, ഞമ്മക്കും തെളിവാണ്. ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന മശായിഖന്മാരിൽപ്പെട്ട ആളാണ് കുരുബട്ടൂർ ഹാഫിൽ. ഓന്റെ ഹദറത്തിൽ ഒരുത്തിരുന്നാൽ ഓനത് ബാധകാണ്. ഓൻ പിന്നെ മക്കത്തേക്കും പോണ്ട, ഹജ്ജിനും പോണ്ട, മദീനത്തേക്കും പോണ്ട, ബൈത്തുൽ മുഖദ്ദസിനും പോണ്ട, എവിടേക്കും പോണ്ട. കുരുവട്ടൂർ ഹാഫിദിന്റെ കാലും നക്കി അങ്ങനെ ജീവിതകാലം ഇങ്ങനെ ജീവിച്ചു ഒടുങ്ങിയാൽ മതി എന്നാണ് ഈ പറഞ്ഞതിന്റെ ആകത്തുക. ഇതിന്റെ ഫൈനൽ കൊണ്ടുകൊണ്ട് അങ്ങണ്ടാട്ടോ. മശായിഖന്മാർ ആ കദമിൽ ജീവിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിലെ മശായിഖന്മാർ അതിൽപ്പെട്ട ഷെയ്ഖാണ് നമ്മളെ കുരുവട്ടൂർ ഹാഫിദ്. ഓന്റെ ഹദറത്തിൽ ഇരുന്നാലും ഈ ഗുണങ്ങളൊക്കെ കിട്ടുന്നതാണ് ഈ പറഞ്ഞത്. കഴിഞ്ഞില്ല. ഇനി മശായിഖന്മാരെന്ന് പറയുന്ന ഈ കർക്കന്മാരുണ്ടല്ലോ, ഇവരെ തൊള്ളിൽ നിന്ന് എന്തെങ്കിലും ചാടി ഞാൻ അള്ളാഹു ആകുന്നു, അല്ലെങ്കിൽ ഞാൻ അള്ളാഹിന്റെ സ്ഥാനത്താണ്, ഞാനാണ് പ്രപഞ്ചം നിയന്ത്രിക്കുന്നത്, ഞാനാണ് ആകാശം നിയന്ത്രിക്കുന്നത്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ തോന്നിയാസം വിളിച്ചു പറഞ്ഞാൽ ഇതിപ്പോൾ ഇസ്ലാമിലുള്ളതാണോ? ഇവരെന്തേലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ആയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത് മുൻകാല മുഫസ്സിറുകൾ പറഞ്ഞാണോന്നും നോക്കണ്ട, കണ്ണും ചിമ്മി മുണുങ്ങിക്കൊള്ളണം. നമ്മളൊരു ഹദറത്തിൽ ജീവിക്കുമ്പോൾ അത് നായിബുർ റസൂലായി വരികയും ചെയ്താൽ, അള്ളാഹുവിന്റെ റസൂലിന്റെ പകരമായി വന്ന ഈ മഹാൻ നമ്മുടെ മുന്നിൽ ഇരിക്കുമ്പോൾ അവരെന്താണോ നമ്മളോട് നിർദ്ദേശിക്കുന്നത്, ആ വലിയ അല്ലെങ്കിൽ ആ ഷെയ്ഖ് എന്താണോ നമ്മളോട് പറയുന്നത്, അവർ പറയുന്നതാണ് നമ്മൾ ചെയ്യേണ്ടത്. പരിശുദ്ധ ഖുർആൻ, ആ ഖുർആനിന്റെ വ്യാഖ്യാനം മശായിഖന്മാർ എന്താണോ നമുക്ക് പറഞ്ഞു തന്നത് അതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. അത് മുമ്പുള്ള കിതാബിൽ ഇങ്ങനെ ഉണ്ടോ എന്ന് നോക്കേണ്ട ആവശ്യം പോലുമില്ല. മുൻകാല തഫ്സീറുകളിൽ പറയാത്ത ഒരു വിശദീകരണമാണ് നമ്മുടെ ഷെയ്ഖ് അവറുകൾ നമുക്ക് പറഞ്ഞു തന്നത് എങ്കിൽ ഷെയ്ഖ് അവറുകൾ പറഞ്ഞു തന്ന വിശദീകരണം സ്വീകരിച്ചേക്കണം. കേട്ടല്ലോ? അന്തല്ലാത്ത മുരീദെ ഷെയ്ഖ് എന്ത് പറഞ്ഞാലും അത് മുണുങ്ങിക്കൊള്ളണം. സമീനാവാത്തതിന. ഇപ്പൊ ഷെയ്ഖ് ഖുർആൻ ഒരു ആയത്ത് ഓതിയിട്ട് ഒരു അർത്ഥം പറയണം, ഓന്റെ തൊള്ളി തോന്നി അർത്ഥം പറഞ്ഞു. ഇപ്പൊ അങ്ങനെ ഇടക്കിടക്ക് പറയലുണ്ടല്ലോ. അള്ളാഹിനെ കുറിച്ച് അള്ള പറഞ്ഞ ആയത്ത് നേരെ മശായിഖന്മാരെ തലയിൽ കൊണ്ടുപോയി വെച്ചിട്ടുമ്പോൾ, അപ്പൊ അങ്ങനെ എന്തെങ്കിലും തൊള്ളി തോന്നി അർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ അത് മുൻകാല മുഫസ്സിറുകൾ എന്താണ് ഇപ്പൊ ആയത്തിന് അർത്ഥം പറഞ്ഞ് ഇങ്ങനെ നല്ലല്ലോ പറഞ്ഞിട്ടുള്ളത്. മഹാന്മാരായ പ്രാമാണികരായ മുഫസ്സിറുകൾ ഈ ആയത്തിന് അർത്ഥം പറഞ്ഞ് ഇങ്ങനെയല്ലല്ലോ ഒന്ന് ആലോചിക്കാൻ നിൽക്കരുത്. നമ്മൾ ഷെയ്ഖ് എന്താണോ പറയണത് അതാണ് വിശ്വസിച്ചോളണം. അഹ്ലുസുന്നത്തിന് മുൻകാല മുഫസ്സിറുകളൊന്നും ഇങ്ങനെ ഈ ആയത്തിന് ഇങ്ങനെ തഫ്സീർ കൊടുത്തിട്ടുണ്ടാവില്ല. എന്നാലും വേണ്ടിയില്ല, ഷെയ്ഖ് പറഞ്ഞത് മുണങ്ങിക്കൊള്ളണം. അതാണ് എൻ്റെ ദീന്, അതാണ് മശായിഖന്മാരോട് കാണിക്കേണ്ട അദബ്. മനസ്സിലായോ? ഷെയ്ഖ് എന്ത് പറഞ്ഞാലും മുണങ്ങിക്കൊള്ളണം. എന്തുകൊണ്ട്? ഇങ്ങക്കുള്ള കൂലി തരാനുള്ള അധികാരമൊക്കെ ഷെയ്ഖന്മാർക്കാണ്. നിങ്ങൾ കർമ്മം ചെയ്ത് കഴിഞ്ഞാൽ അത് കൂലി തരാനുള്ള അധികാരം മശായിഖന്മാർക്കാണ്. കേട്ടോളി. ബദരീങ്ങളുടെ പേര് പറയുമ്പോൾ നമ്മൾ ഇന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ പറയുന്നുണ്ട്. കാരണം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന് ബദറിൽ പങ്കെടുത്തവരുടെ കൂലി ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയതാണ്. അപ്പൊ കൂലി നൽകുന്നതും കൂലി വേണ്ടാന്ന് വെക്കുന്നതും അള്ളാഹുവിന് പകരം വന്ന ആളുകളുടെ മശായിഖന്മാരുടെ ചുമതലയാണ്. എങ്ങനെയുണ്ട് സഹോദരങ്ങളെ? തൊള്ളി തോന്നിയതാണ് പറയാ. അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് പച്ച കളവാണ് പറയാ. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് ബദറിൽ പങ്കെടുക്കാൻ ചില സാഹചര്യങ്ങൾ പോലും സാധിച്ചിട്ടില്ലല്ലോ. ബദറിൽ പങ്കെടുത്തിലും കുഴപ്പമില്ല, ആ കൂലി റസൂലാണ് കൊടുത്തു. ഇവിടെ റസൂല് കൊടുക്കുക ചെയ്ത കൂലി അള്ളാഹു കൂലി കൊടുത്തു. അതിന് ഉചിതമായ കാരണങ്ങൾ ഉണ്ടായിരുന്നു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന് ബദറിൽ പങ്കെടുക്കാൻ പറ്റാത്തതിന് ഉചിതമായ കാരണങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അള്ളാഹ് കൂലി എടുത്തു. ആ കൊടുത്ത സംഗതി അള്ളാഹിന്റെ റസൂല് പറഞ്ഞു, നിനക്ക് ബദറിൽ പങ്കെടുത്തവരുടെ കൂലിയുണ്ട്. ഞാൻ തന്നു എന്നല്ല പറഞ്ഞത്, അള്ളാഹു കൊടുത്തിട്ടുണ്ട് കൂലി. അത് റസൂല് അറിയിച്ചു. കാരണം വഹീ മുഖേന സംസാരിക്കുന്ന റസൂലാണ്. അപ്പൊ അള്ളാഹു കൊടുത്ത കൂലി റസൂലുള്ള അറിയിക്കുക മാത്രമാണ് ചെയ്തത്, അല്ലാതെ ഞാൻ കൂലി എടുത്തു എന്നല്ല റസൂലുള്ള പറഞ്ഞത്. അപ്പൊ അച്ഛാ നോണ അറിയാം. അതുപോലെയാണ് മശായിഖന്മാർക്കൊക്കെ കൂലി കൊടുക്കാനുള്ള അധികാരമുണ്ട്, നിങ്ങളെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാനുള്ള അധികാരമുണ്ട്, നിങ്ങൾ ചെയ്യുന്ന പണിക്ക് കൂലി കൊടുക്കാനുള്ള അധികാരമുണ്ട്. അതുകൊണ്ടുള്ള മുമ്പ് ക്ലിപ്പിൽ പറഞ്ഞത് എന്ത്, നിങ്ങൾ നോമ്പ് മുറിച്ചോളി, ഷെയ്ഖ് നോമ്പ് മുറിക്കാൻ പറഞ്ഞാൽ ഞങ്ങൾ മുറിച്ചോളി, കാരണം കൂലി തരേണ്ട ഷെയ്ഖാണ്. ഒരു കൊല്ലം നോമ്പ് ഒറ്റ കൂലി തരാം. നോമ്പ് മുറിച്ചാലേ, ഫർളായ നോമ്പ് മുറിച്ചാല് ഒരു കൊല്ലം നോമ്പ്, ഒരു മാസം നോമ്പ് ഒറ്റ കൂലി തരാം, അല്ലെങ്കിൽ ഒരു കൊല്ലം നോമ്പ് നോറ്റ കൂലി തരാം, അല്ലെങ്കിൽ ജീവിതകാലം മുഴുവനും നോമ്പ് നോറ്റ കൂലി തരാമെന്ന് മൊയ്തീൻ ഷെയ്ഖ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മശായിഖന്മാർക്ക് കൂലി കൊടുക്കാനുള്ള അധികാരമുണ്ട്. തെളിവെന്താണ്? അള്ളാഹുവിന്റെ റസൂല് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ബദറിൽ പങ്കെടുത്തവരുടെ കൂലി താങ്കൾക്കുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ തന്നു എന്നല്ല പറഞ്ഞു കേട്ടോ.
ഇങ്ങനെ പാച്ചക്ക് ദുർവ്യാഖ്യാനിക്കുന്ന ശൈത്താന്മാര് പരിശുദ്ധ ഖുർആൻ ദുർവ്യാഖ്യാനിക്കുക, ഹദീസ് ദുർവ്യാഖ്യാനിക്കുക, ഇസ്ലാമിക പ്രമാണങ്ങൾ മുഴുവനും ദുർവ്യാഖ്യാനിക്കുക. എന്തിനു വേണ്ടിയിട്ട്? ഇവരെ ഈ കിറുക്കന്മാരായ മശായിഖന്മാര് അവർ അള്ളാന്റെ സ്ഥാനത്താണ്, റസൂലുള്ളാന്റെ സ്ഥാനത്താണ് എന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട്. കാരണം മശായിഖന്മാരാണല്ലോ ഈ പ്രപഞ്ചം മൊത്തം നിയന്ത്രിക്കുന്നത്, ലോകം നിയന്ത്രിക്കുന്നത് മശായിഖന്മാരാണ്. എല്ലാ കാര്യങ്ങളും അള്ളാഹു അല്ലാത്ത എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്നതും അടക്കി ഭരിക്കുന്നതും പരിപാലിക്കുന്നതും എല്ലാം മശായിഖന്മാരാണ്. അവർക്ക് പിന്നെ അങ്ങനെ കൂലിയെടുക്കാൻ അധികാരം ഉണ്ടാവൂലേ? കാരണം അള്ള ഇറക്കണ പണി മിയം ഒരാളെടുക്കണത്. സൂര്യനൊക്കെ ഉദിക്കണമെങ്കിലും അസ്തമിക്കണമെങ്കിലും മൊയ്തീൻ ശൈഖിനോട് അനുവാദം ചോദിച്ചിട്ടേ ചെയ്യുള്ളൂ എന്നാ പറയണത്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിറാസത്ത് പൂർണ്ണമാക്കി ബഗ്ദാദിൽ ജീവിച്ച കാലം മഹാനവറുകൾ നിയന്ത്രിക്കാത്തതായി ഒന്നുമില്ല. സൂര്യൻ വരെ എനിക്ക് സലാം പറയുന്നുണ്ട് എല്ലാ ദിവസവും, അതിനുശേഷമാണ് സൂര്യൻ ഉദിക്കുന്നത് എന്ന് മഹാനവറുകൾ പറഞ്ഞ വാക്ക് ഇന്നലെ നമ്മൾ ഉദ്ധരിച്ചു. സൂര്യനടക്കം ബഗ്ദാദിൽ മൊയ്തീൻ ശൈഖിന്റെ അനുവാദം ചോദിച്ചിട്ടാണ് ഉദിക്കലും അസ്തമിക്കലും എന്നാ പറയണത്. അപ്പൊ എന്നും സൂര്യൻ ഉദിച്ചിങ്ങനെ മൊയ്തീൻ ശൈഖിന്റെ ബഗ്ദാദിലെ മൊയ്തീൻ ശൈഖിന്റെ വീടിന്റെ ആ പരിസരത്ത് പിന്നാമ്പുറത്ത് ഇങ്ങനെ വന്ന ജനാലിന്റെ ഭാഗത്ത് ഇങ്ങനെ നിന്നിട്ട് ജുലാനി അസ്സലാമു അലൈക്കും, ഞാൻ നാളെ അങ്ങോട്ട് പോട്ടെ, ഇൻഷാ അല്ലാഹ് നാളെ സുബഹിക്ക് വേണം എന്ന് പറഞ്ഞിട്ട് സലാം പറഞ്ഞിങ്ങനെ അനുവാദം ചോദിച്ചിട്ടാണ് സൂര്യൻ വരെ ചലിക്കല്. അത്രത്തോളം പ്രഗത്ഭരായ മശായിഖന്മാർക്ക് പിന്നെ കൂലി കൊടുത്തൂടെ? സൂര്യൻ വരെ എന്നും മൊയ്തീൻ ശൈഖിനോട് അനുവാദം ചോദിക്കും. മൊയ്തീൻ ശൈഖ് പറയാം അന്ന് പോയി പോകണ്ട അവിടെ എന്നോ എന്ന് പറഞ്ഞാൽ സൂര്യടക്കും. പ്രപഞ്ചം ആകെ താറുമാറായില്ലേ? പിന്നെ അതാണ് പ്രപഞ്ചം മൊത്തം നിയന്ത്രിക്കുന്നത് മശായിഖന്മാരാകുന്നു. അതിന് തെളിവാണപ്പത്. ഇത് സൂര്യന്റെ കഥ. ഇനി വെള്ളപ്പൊക്കം ഉണ്ടായാലോ? വെള്ളപ്പൊക്കം നിയന്ത്രിക്കൽ മൂപ്പര് തന്നെയാണ്. കേട്ടോളി. മഹാനായ മുഹയ്യദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ബഗ്ദാദിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വർഷം ദജ്ല നദി, ബഗ്ദാദിൽ പോയവർക്കറിയാം, ആ ദജ്ലയുടെ വെള്ളം ഉയരാൻ തുടങ്ങി. സാധാരണയുള്ള അളവിൽ നിന്നൊക്കെ ഉയർന്ന് ബഗ്ദാദ് വെള്ളത്തിൽ മുങ്ങിപ്പോകുമെന്നായി. വെള്ളം കയറുകയാണ്. ആളുകളൊക്കെയും ബേജാറിലാണ്. ദജ്ലയിൽ നിന്നുള്ള വെള്ളമാണ് മുകളിലേക്ക് പൊങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഫഅതന്നാസു ഇല ശൈഖി അബ്ദുൽ ഖാദിർ റളിയല്ലാഹു അൻഹു യസ്തഗീസൂന ബിഹി. ആളുകൾ എല്ലാവരും അതാ ശൈഖ് അബ്ദുൽ ഖാദിറുൽ ജിലാനി റളിയല്ലാഹു അൻഹുവിന്റെ ദർബാറിലെത്തുകയാണ്, അവിടുത്തെ ഹദറത്തിലെത്തുകയാണ്. അന്നത്തെ ആളുകളുടെ ബോധം നോക്കൂ നിങ്ങൾ. അവർക്കറിയാം ഈ വെള്ളത്തെ നിയന്ത്രിക്കാൻ, ദജ്ല നദിയെ നിയന്ത്രിക്കാൻ കഴിവുള്ള അധികാരമുള്ള ആളാണ് ശൈഖ് അബ്ദുൽ ഖാദിറുൽ ജിലാനി റളിയല്ലാഹു അൻഹു എന്ന് മനസ്സിലാക്കിയ മഹാന്മാരായ അന്നത്തെ ഔലിയാക്കളും ജനങ്ങളുമെല്ലാം ഔസുല്ലാഹുവിന്റെ സമീപത്തെത്തി യസ്തഗീസൂന ബിഹി. അവരോട് സഹായം തേടുന്ന അവസ്ഥയിൽ ശൈഖ് അവരുടെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ എല്ലാവരും ബേജാറിലാണ്, ബഗ്ദാദ് മുഴുവനും മുങ്ങുമോ എന്ന് ഭയപ്പെടുകയാണ്, വെള്ളം പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ശൈഖ് അവർ അതിനെ നിയന്ത്രിച്ചില്ല എങ്കിൽ ബഗ്ദാദ് മുഴുവനും വെള്ളത്തിൽ മുങ്ങിപ്പോകും. എന്താണ് ചെയ്തത്? മഹാനായ ഔസുല്ലാഹും ശൈഖ് അബ്ദുൽ ഖാദിറുൽ ജിലാനി റളിയല്ലാഹു അൻഹു അവരുടെ പ്രത്യേകമായ വടിയെടുത്തു. ആ വടിയുമായി അതാ ഇല ശത്ത്, ആ ദജ്ല നദിയുടെ ആ പുഴയുടെ വക്കിലേക്ക്, കരയിലേക്ക് വന്നു മഹാനവറുകൾ. എന്നിട്ടോ വറകസഹു ഇൻദ ഹദ്ദിൽ മാ, മഹാനായ ഔസുല്ലാഹും ശൈഖ് അബ്ദുൽ ഖാദിറുൽ ജിലാനി റളിയല്ലാഹു അൻഹു ദജ്ലയുടെ സമീപത്ത് വന്ന് അവിടുത്തെ വടി കൊണ്ട് ഒരു വര ഇങ്ങനെ വരച്ചു അതിന്റെ സമീപത്ത്. എന്നിട്ട് പറഞ്ഞു, ഇവിടെ മതി, ഇവിടെ വരെ മതി വെള്ളം, ഇതിന്റെ അപ്പുറത്തേക്ക് വരേണ്ടതില്ല. വെള്ളത്തിന് രേഖ വരച്ചു കൊടുക്കുകയാണ്. ഈ രേഖയുടെ അപ്പുറത്ത് മതി, ഇങ്ങോട്ട് വേണ്ട. ഫനഖസൽ മാഉ മിൻ വഖ്തിഹി, ആ സമയത്ത് തന്നെ വെള്ളമതാ ചുരുങ്ങിപ്പോവുകയാണ്. പിന്നെ വെള്ളത്തെ കാണാനില്ല. ആ സെക്കൻഡിൽ വെള്ളം മടങ്ങി. അപ്പൊ മൊയ്തീൻ ശൈഖിന്റെ കാലത്ത് ദജ്ല നദി കര കവിഞ്ഞൊഴുകി, വെള്ളപ്പൊക്കമുണ്ടായി, ആകെ പ്രളയമായി. ആളുകൾ വന്നിട്ട് മൊയ്തീൻ ശൈഖിനോടൊന്ന് പരാതി പറഞ്ഞു. ആ മൊയ്തീൻ ശൈഖ് മൂപ്പര കയ്യിലുള്ള വടിയുണ്ട് ഒരൊറ്റ വര, ഇവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞു. ആ വരണ്ട് വരച്ച വരന്റെ അപ്പുറത്തേക്ക് പിന്നെ വെള്ളം വന്നില്ല എന്നാണ്. അപ്പൊ ആ മൊയ്തീൻ ശൈഖിന്റെ കദബിൽ ജീവിക്കുന്ന നമ്മളെ മശായിഖന്മാർക്കും ഇതൊക്കെ കഴിയൂട്ടോ. നമ്മളെ ഒരു കൊട്ടൂർ ഹാഫിദ് അടക്കമുള്ള മശായിഖന്മാർക്കും ഇങ്ങനെയൊക്കെ കഴിയും. വരച്ച വരയിലവിടെ നിർത്തുമല്ലേ. 2018 2019 പ്രളയം ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ഇനി അതെന്തേ ഇനി അവര് തടുക്കുകയെന്ന് ചോദിക്കരുത്. അതിന് മറുപടി വേറെ വരുന്നുണ്ട്. വരച്ച വരയിൽ നിർത്താൻ അവളെ കൊണ്ട് വൈകിട്ടല്ല ഒന്നും. മനസ്സിലായി നിങ്ങൾക്ക്? പണ്ട് ഒരുത്തം വലിയ ബടായി പറയണത്ര, എന്ത് ഞാൻ വരച്ച വരയിൽ നിർത്തുന്ന കെട്ടിയോളാന്ന്. അപ്പൊ അവിടുന്ന് കെട്ടിയോള് വിളിച്ചു കണ്ട് പറഞ്ഞു, അതൊക്കെ ശരി തന്നെയാണ്, പക്ഷെ നിങ്ങൾ എവിടെ വരക്കണമെന്ന് ഞാൻ തീരുമാനിക്കുന്നു എന്ന് പറഞ്ഞ മാതിരിയാണ് പല കേരളത്തിലെ മശായിഖന്മാരുടെ അവസ്ഥ. മൊയ്തീൻ ശൈഖ് അടക്കം ചെയ്തു. ദജ്ല നദി കര കവിഞ്ഞൊഴുകിയപ്പോ ഒരു വര വരച്ചിട്ട് പ്രളയത്തിനവിടെ നിർത്തി. പക്ഷെ ഞങ്ങളെ മശായിഖന്മാരോ, ഞങ്ങളും വരക്കും. എവിടെ വരക്കും? എവിടെ ഏറ്റവും വെള്ളം വരുന്നോ അവിടെ വരക്കും. ഞങ്ങൾ വരച്ചതിന്റെ അപ്പുറത്ത് ഇങ്ങോട്ട് വെള്ളം വരാൻ പറ്റില്ല എന്നല്ല, വെള്ളം വന്നതിന്റെ അവിടെ അപ്പുറത്തേക്ക് ഇങ്ങോട്ട് വരക്കും. ആ കെട്ടിയവൻ പറഞ്ഞ മാതിരി അവിടെ വരക്കും.
കാരണം 2018 2019 നമ്മൾ കണ്ടല്ലോ, പ്രളയം വന്ന് ഒരുപാട് ജാറത്തിന്റെ ഉള്ളിലേക്ക് വെള്ളം കയറി, ഇവരെ വലിയ കറാമത്ത് പറഞ്ഞ ഒരുപാട് സ്ഥാപനങ്ങളുടെ ഉള്ളിലേക്ക് വെള്ളം കയറി, ഇവരെ വലിയ ഹോജാക്കന്മാരെ വീടിന്റെ ഉള്ളിലേക്ക് വെള്ളം കയറി, വലിയ വലിയ കോളേജിന്റെ ഉള്ളിലേക്ക് വെള്ളം കയറി. അതിന്റെ ഒരു വരയ്ക്കായിരുന്നു, ഒരു വരച്ചിട്ടുണ്ട്. വെള്ളം ഏതറ്റം വന്നോ അതിന്റെ അപ്പുറത്താണ് വരച്ചു. അതാണ് ബല വര. മനസ്സിലായോ? അപ്പൊ സൂര്യനും പ്രളയവും അത് കഴിഞ്ഞു. ഇനി മീനുകളെ കഥയാണ്. എല്ലാം ഇവർക്ക് ഭയപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. ഈ പ്രപഞ്ചത്തിലുള്ള സകല ചരാചരങ്ങളും, സൂര്യനും ചന്ദ്രനും വെള്ളപ്പൊക്കവും മഴയും ഇടി മിന്നലും എല്ലാം മശായിഖന്മാർക്ക് ഭയപ്പെട്ട് ജീവിക്കുന്ന ജീവിച്ച സൃഷ്ടികളാണ്. മാത്രമല്ല കടലിലെ മീനുകളോ അതും ഇവർക്ക് വഴിപ്പെട്ട് ജീവിക്കുന്നവരാണ്. കേട്ടോളി. അഹ്മദുൽ കബീർ ദിഫാഇ റളിയല്ലാഹു അൻഹു മീൻ തിന്നാൻ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ ആ വാക്ക് പറഞ്ഞു തീരുന്നതിന്റെ മുമ്പ് എല്ലാ മീനുകളും കരയുടെ സമീപത്തെത്തി. മിൻ അൻവാഇൻ ശത്താ, വ്യത്യസ്ത ഇനങ്ങളിലുള്ള മീനുകൾ. കരയിലെത്തി. ഈ തടാകത്തിന്റെ കരയിലെത്തി എന്ന് മാത്രമല്ല, ഒരുപാട് മീനുകൾ കരയിലേക്ക് തന്നെ ചാടി ഞങ്ങളെ തിന്നോളൂ എന്ന് പറഞ്ഞിട്ട്. ഷെയ്ഖ് അഹ്മദുൽ കബീർ ദിഫാഇ തങ്ങൾ പറയാ, ഇന്ന ഹാദിഹിൽ അസ്മാക് കുല്ലഹാ തസ്അലുനി ബില്ലാഹി അൻ ആകുല മിൻഹാ. ഈ മീനുകളൊക്കെയും ഈ മത്സ്യങ്ങൾ മുഴുവനും എന്നോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു അവകളെ ഒന്ന് ഭക്ഷിക്കാൻ. എന്തൊരു പവറാണത്! എന്നെ ഒന്ന് ഭക്ഷിച്ചു തരൂ. അങ്ങനെയാണ്. ഇത് മീന് മാത്രമല്ല, ഏതെല്ലാം ജീവികളും മശായിഖന്മാരുടെ സമീപത്ത് വരും. ആടുകൾ വന്ന സംഭവമുണ്ട്, ഉടുമ്പുകൾ വന്ന സംഭവമുണ്ട്. വലിയ വലിയ തിന്നാൻ പറ്റുന്ന ജീവികളൊക്കെയും അവരെ ഹദറത്തുകളിൽ വന്ന വലിയ സംഭവങ്ങളുണ്ട്. ഇതൊക്കെ അനുഭവിച്ചു പറയണം, അനുഭവിച്ചു പറയേണ്ടതാണ് ഇതൊക്കെ. ഞാൻ പറഞ്ഞല്ലോ, പലപ്പോഴും ഈ സംഭവങ്ങളൊക്കെയും നമ്മൾ ഇപ്പോൾ പറയുന്നത് പലതും മശായിഖന്മാരിൽ നിന്ന് നേരിട്ട് കണ്ട് അനുഭവിച്ചതിന്റെ ശേഷമാണ്. അവരാഗ്രഹിച്ച വസ്തുക്കൾ അവരെ മുന്നിൽ വന്നു നിന്ന് ആ രൂപത്തിൽ അവരോട് അടവ് കാണിക്കുന്നത് നമ്മൾ നേരെ കണ്ണുകൊണ്ട് കണ്ട് അനുഭവിച്ച സംഭവങ്ങളാണ്. അതിങ്ങനെ മശായിഖന്മാരെ കിതാബിൽ നിന്ന് വായിക്കുന്നു. ഇപ്പോൾ നമ്മുടെ മശായിഖന്മാരെ ഹദറത്തുകളിൽ ഇതിനോട് സമാനമായ സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അതിന്റെ നേർസാക്ഷികളാണ് നമ്മൾ. അതുകൊണ്ട് അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് ഇന്ന് നമ്മൾ ഈ സംഭവങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൂടി അതിന്റെ ഇടക്ക് മനസ്സിലാക്കണം. ദിഫാഇ ഷേഖിന് മീൻ കൂട്ടാൻ പൂതിയ സമയത്ത് കടലിലുള്ള മീനുകളൊന്നോറ്റ് കൂട്ടം കൂടി കരക്കക്കട വന്നു. ഇന്നെ തിന്ന റിഫായി, ആദ്യം ഇന്നെ തിന്ന റിഫായി ഇത് മീൻകലം. മറ്റോ തെരണ്ടി വരിക, അല്ല റിഫായി എന്നെ തിന്ന, ഞാൻ എത്ര കാലമായി പൂതിച്ച് നടക്കണു. അപ്പൊ അതിന്റെ അടി വേറെ മറ്റേ മത്തി അതിലേക്കാൻ നമുക്കൊരു അവസരം തരണിട്ടാ. നിങ്ങൾ വലിയ കൈക്കരുത്തുള്ള കാര്യക്കാരെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉപകൃതനം കാട്ടി നിങ്ങളെ തിന്നാനുള്ള അവസരം ആദ്യം കൊടുക്കല്ലേ, നമുക്കും ഒരു ചാൻസ് തരുന്നുണ്ട് ഒരു വേക്കില്. മനസ്സിലായോ? ഇതൊക്കെ മാലിയിലും മൗലൂദുള്ള റിഫായി ഷേഖിന്റെ മൊയ്തീൻ ഷേഖിന്റെ മാലിയിലും മൗലൂദിലുള്ള കെട്ടുകഥകളാണ് ഇതൊക്കെ. അതുമാത്രല്ല, അതിങ്ങനെ കെട്ടുകഥ നിങ്ങൾ തള്ളണ്ട. നമ്മളെ മശായിഖന്മാരെ ഹളറത്തിൽ ഇതൊക്കെ സംഭവിക്കലുണ്ട്, നമ്മളതിന് സാക്ഷികളാണ്. ഇതുപോലുള്ള സമാനമായ സംഭവങ്ങൾ നമ്മളെ മശായിഖന്മാരുടെ ഹളറത്തിന് മുമ്പിലും സംഭവിച്ചതിന് നമ്മൾ നേർസാക്ഷികളാണ്, നമ്മളെ അനുഭവമാണ്. അപ്പൊ കോഴിക്കോട് കുരുവട്ടൂര് ഹാഫിദിന്റെ മജ്ലിസിലൊക്കെ ഇങ്ങനെ നടക്കലുണ്ടാവും. ഹാഫിദിന് ഇങ്ങനെ മീൻ കൂട്ടാൻ പൂതിയായി നിൽക്കുന്ന സമയത്ത് നേരെ കോഴിക്കോട് കടപ്പുറത്തുനിന്ന് നേരെ വരിയായിട്ട് ഈ റോട്ടുമുക്കൂടിയാ വരുന്നത്, ആകാശത്ത് കൂടി പറന്നു വരിക എന്നറിയില്ല. നേരെ ഒരു ഹാഫിദിന് മുമ്പ് തിമ്മീങ്കലം വരും, തെരണ്ടി വരും, അയക്കുറ വരും, ആവോലി വരും. മനസ്സിലായോ? അതിന്റെ ഇടയിൽ കൂടി ഇങ്ങനെ അത്ര ഒരു വിരലിന്റെ വലുപ്പമുള്ള നത്തോലി വരും. തിക്കി തിരക്കിയിട്ട് ഹാഫിലെ ഞങ്ങളും തിന്നുണ്ടോ അന്റെ തൊള്ളിയെ കൂടി കയറി കണ്ട് മൂട്ടി കൂടി ഇറങ്ങാൻ ഞങ്ങൾക്കൊരു പൂതി ഉണ്ടല്ലോ, ഒന്ന് തിന്ന ഹാഫിൽ ഇറങ്ങാൻ. ഇങ്ങനെ കച്ചറ എല്ലാ മീനുകളും. അപ്പൊ ചെറിയ ജീവനില്ലാത്ത കെൽപ്പില്ലാത്ത നത്തോലിയും മത്തിയൊക്കെ കിടന്ന് ഇങ്ങനെ എങ്ങനെയൊക്കെ ഇങ്ങനെ കുത്തി കയറിയിട്ട് ഈ തെരണ്ടിന്റെയും ഈ ആവോലിന്റെയും ഈ തിമിംഗലത്തിന്റെ ഒക്കെ നടുക്കൂടി നൊയഞ്ഞു കയറാൻ നോക്കുമ്പോൾ തെരണ്ടി ഇങ്ങനെ ആ ബാലുകൊണ്ട് ഇങ്ങനെ ഒരു ലാത്തി ചാർജൊക്കെ നടത്തും. പോയി അവിടുന്ന് ഞങ്ങളാണ് വലിയ ആൾക്കാർ, ഞങ്ങൾ ആദ്യം തിന്നിട്ട് എന്നിട്ട് നേരെ ഉണ്ടെങ്കിൽ ആ പള്ളിയിൽ സ്ഥലം നിങ്ങളെ തിന്നാൽ മതി എന്നൊക്കെ പറയും. മനസ്സിലായോ? ഇതിനൊക്കെ ഞങ്ങൾ അനുഭവ സാക്ഷികളാണ്. അനുഭവ സാക്ഷിയുള്ളോ? ഈ ക്രിസ്ത്യാനികളെ പെന്തക്കോസ്തുകാരന്മാര് അനുഭവ സാക്ഷികളെ അവർക്ക് ഏറ്റവും വലുത്. അതല്ല പോലെ ദീന് അനുഭവ സാക്ഷ്യം. അപ്പൊ സഹോദരങ്ങളെ, ഇതാണ് ഈ കുരുവട്ടൂരികൾ അഥവാ വട്ടൂരിസം, വട്ടന്മാരുടെ ഇസം. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെ പ്രപഞ്ചത്തിനെ മൊത്തം നിയന്ത്രിക്കാൻ കഴിവുള്ളവര്, സൂര്യനെ നിയന്ത്രിക്കാൻ കഴിവുള്ളവര്, വെള്ളപ്പൊക്കത്തിനെ നിയന്ത്രിക്കാൻ കഴിവുള്ള ആൾക്കാര്, പ്രളയത്തിനെ നിയന്ത്രിക്കാൻ കഴിവുള്ള ആൾക്കാര്, മത്സ്യത്തിനെയും അങ്ങനെ എല്ലാത്തിനും നിയന്ത്രിക്കാൻ കഴിവുള്ള ആൾക്കാര് എന്തുകൊണ്ട് ഇപ്പൊ ഈ വേനൽക്കാലത്ത് ഇവിടെ കൊടും ക്ഷാമാണ്, വെള്ളത്തിന് രൂക്ഷമായ ചൂടാണ്, എന്തുകൊണ്ട് ഇപ്പൊ പോലും മഴ പെയ്യിക്കണില്ല എന്നുള്ളൊരു ചോദ്യം ഏതൊരു സാധാരണക്കാരന്റെ മനസ്സിലും വരുമല്ലോ. അതിനുള്ള മറുപടി കേട്ടോളി. മഹാനരായ അബുൽ അബ്ബാസുൽ മർസി റളിയല്ലാഹു അൻഹുവിന്റെ കലാം ഇന്നലെ നമ്മൾ പറഞ്ഞു. ആകാശ ലോകത്തുനിന്ന് മഴ വർഷിക്കുന്നത് വരെ മഹാന്മാരായ ഔലിയാക്കളിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ആ ഔലിയാക്കൾ കുറഞ്ഞു പോയാൽ തന്നെ
ആകാശത്ത് നിന്ന് ഒരു തുള്ളി വെള്ളം പോലും വരികയില്ല, ഒരു റഹ്മത്തും ഇവിടെ കിട്ടുകയില്ല എന്ന് പറഞ്ഞ വാക്കുകൾ വരെ നമ്മൾ പറഞ്ഞു. മശായിഖന്മാർ അതിൽ സംശയം പ്രകടിപ്പിക്കാതെ രേഖപ്പെടുത്തി. എങ്ങനെയുണ്ട്? ആകാശത്ത് നിന്ന് മഴ വർഷിക്കുന്നത് ഔലിയാക്കൾ മുഖേനയാണ്. അതുകൊണ്ട് ആ ഔലിയാക്കൾ ഇപ്പൊ കുറഞ്ഞതുകൊണ്ടാണ് മഴ കുറയാൻ കാരണം. ഔലിയാക്കൾ കുറഞ്ഞോണ്ട്. ഇതെന്തോടോ സിംഹവാലം കുരങ്ങോ? വംശനാശ ഭീഷണി നേരിട്ട് കുറയാന് തന്നെ എങ്ങനെ ഔലിയാക്കൾ കുറയല്ല നിങ്ങളെ കൂട്ടത്തില്? നിങ്ങൾ ഔലിയാക്കളെ കൊണ്ട് തട്ടിമുട്ടി നടക്കാൻ പറ്റില്ല. ഇവിടെ നടക്കുമ്പോ കാലിലോട്ട് വല്ല എറുമ്പോളും പെടുന്നമാര് നിങ്ങൾ ഔലിയാക്കൾ എങ്ങനെ കാലിലോട്ട് പെടുമെന്ന് ശ്രദ്ധിച്ചുകൊണ്ട് വേണം നടക്കാൻ. അത്രയും ഔലിയാക്കളെ കൂടെ. പിന്നെ ഔലിയ എന്ന് പറഞ്ഞ നിങ്ങളെ കൺസെപ്റ്റ് പ്രകാരം ഒരു മനുഷ്യന്റെ കർമ്മം കൊണ്ട് ഒരു മനുഷ്യൻ ദീനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് അള്ളാഹു കൽപ്പിച്ച റസൂല് പഠിപ്പിച്ച കാര്യങ്ങൾ മുഴുവനും ചെയ്ത് വിലക്കിയ കാര്യങ്ങൾ മുഴുവനും ജീവിതത്തിന് ഒഴിവാക്കി തെക്കുവ അനുസരിച്ച് ജീവിക്കുമ്പോൾ അള്ള കൊടുക്കുന്ന ഒരു ബഹുമതി അല്ലല്ലോ നിങ്ങളെ കാഴ്ചപ്പാട് പ്രകാരം വിലായത്ത് പറഞ്ഞാല്. അത് പാരമ്പര്യമായിട്ട് കിട്ടുന്ന ആളോ? വല്യാപ്പ ഔലിയ, ബാപ്പ ഔലിയ, ഞാൻ ഔലിയ, എൻ്റെ മോൻ ഔലിയ, എൻ്റെ കെട്ടിയോള ഔലിയ, ഓളെ നാത്തൂൻ ഔലിയ, ഓളെ അമ്മായിമ്മ ഔലിയ, മൊത്തം ഔലിയാക്കളാണല്ലോ നിങ്ങൾക്ക്. നിങ്ങൾ ഔലിയ കാർഡ് ഉണ്ട്, APL കാർഡ്, BPL കാർഡ് എന്നൊക്കെ പറഞ്ഞാൽ ഔലിയ കാർഡ് വരെ ഉണ്ടാക്കാൻ പറ്റിയ കുടുംബങ്ങൾ നിങ്ങളെ കൂട്ടത്തിലുണ്ട്. പിന്നെ എങ്ങനെ ഔലിയാക്കൾ കുറയല്? ഔലിയാക്കൾ കുറയേ? ഇവിടെ നിറച്ച ഔലിയാക്കൾ എന്നുള്ള നിങ്ങളെ വാദം കേട്ടോ നിങ്ങൾ. കോഴിക്കോട് ഭാഗത്ത് ഒരു സ്ഥലത്ത് പ്രത്യേകമായ ഒരു സദസ്സ്. ആ സദസ്സിന്റെ പ്രത്യേകത എന്താ? ആ സദസ്സിലാണ് ക്ഷണിക്കപ്പെട്ടവർ ശ്രോതാക്കളല്ല, കാര്യമായി വേദിയിലേക്ക് ക്ഷണിക്കപ്പെട്ടവർ അതിൽ അല്ലാഹുവിന്റെ ഔലിയാക്കളാണ്. 60ഓളം മഹത്തുക്കളായ ഔലിയാക്കൾ ശൈഖുനാന്റെ കാലഘട്ടത്തിൽ ജീവിച്ചവർ. അവരൊക്കെ വിളിക്കാൻ ശൈഖുന തന്നെ പറഞ്ഞതാണ്. അങ്ങനെ ഔലിയാക്കൾ നിറഞ്ഞൊരു സദസ്സ്. വലിയ സദസ്സാണല്ലോ, മൗലിയാക്കൾ തിങ്ങി നിറഞ്ഞ സദസ്സ്. ആളുകൾ, അതിന്റെ സാക്ഷികളായ ആളുകൾ പറയാണ്, ഒരുപാട് ഔലിയാക്കൾ നേരത്തെ തന്നെ എത്തി. പിന്നെയും കടന്നു വരുന്നു മഹാന്മാർ. പിന്നെ ഓരോ മഹാന്മാർ വരുമ്പോൾ ചിലപ്പോൾ വേദിയുള്ള നിലവിലുള്ള ഔലിയാക്കൾ ചിലർ എഴുന്നേൽക്കുന്നു, ചിലർ അവിടെ ഇരിക്കുന്നു. വന്നവർ അവിടെ ഇരിക്കുന്നു, എല്ലാവരും തറയിൽ ഇരിക്കുകയാണ്, തറയിൽ വിരിച്ചിട്ട്. അവസാനം ആ വേദിയിലേക്ക് കടന്നു വരുന്നു. വേദിയിൽ പ്രായമുള്ള ഒരുപാട് ഔലിയാക്കൾ. അവരിലേക്കെല്ലാം അപേക്ഷിച്ചാൽ പ്രായം കുറഞ്ഞവർ കടന്നു വരുന്നവരാരാണ്? അതാണ് ഖുതുബുൽ ആലം, റഈസുസ് സാഹിദീൻ, ശൈഖുൽ മശായിഖ്, മഹാനരായ ശൈഖുനാ മടവൂർ. ശൈഖുന മടവൂർ കടന്നു വരികയാണ്, വരവാണ്. അനുഭവസ്ഥർ പറയുന്നു, അവർ വരുമ്പോൾ വേദിയിൽ എഴുന്നേൽക്കാത്ത ഒരു വലിയുമില്ല. ശൈഖുന വന്നപ്പോഴോ ശൈഖുന ഇരിക്കുന്നത് കസേരയിലാണ്. അവർക്ക് മാത്രം കസേര, ബാക്കിയുള്ളവരെല്ലാം തറയിലാണ്. കാലഘട്ടത്തിന്റെ ഔലിയാക്കളുടെ സാക്ഷ്യപ്പെടുത്തലുകളാണ് ഇത് ഖുതുബുൽ ആലമാണ്. ശൈഖുന തന്നെ പറഞ്ഞു, വഹും തഹ്ത ഖദമി. ഔലിയാക്കൾ ഉന്നതരായ ആളുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ അവരൊക്കെയും എന്റെ കദമിന്റെ താഴെയാണ്. കേട്ടില്ല സഹോദരങ്ങളെ? ഇതിപ്പോ ഇതിനത്രയും കാലമായിട്ടില്ലല്ലോ. മടവൂര് ജീവിച്ചിരിക്കുന്ന കാലത്ത് കോഴിക്കോട് ഔലിയാക്കളുടെ മാത്രം മീറ്റിംഗ്, ഔലിയാക്കൾ മാത്രമുള്ള ഒരു സദസ്സ്. ഔലിയാപ്പട്ട കിട്ടാത്തവരൊന്നും ആ സദസ്സിലില്ല. ഗസറ്റഡ് റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്മാരെ മീറ്റിംഗ് എന്ന് പറഞ്ഞ മാതിരി ഔലിയാക്കളെ മാത്രമുള്ള ഒരു മീറ്റിംഗ്. അങ്ങനെ മടവൂരാണ് അതിന്റെ മെയിൻ അധ്യക്ഷൻ. അങ്ങനെ മടവൂർ ഇങ്ങനെ വരുമ്പോ പ്രായം കുറഞ്ഞ കുട്ടി ഔലിയാക്കള്, പ്രായം കൂടിയ കിളവൻ ഔലിയാക്കളൊക്കെ ഉണ്ട് അവിടെ. മനസ്സിലായോ? ചെറിയ കുഞ്ഞൻ ഔലിയാക്കള്, ടീനേജ് ഔലിയാക്കള്, കൗമാരപ്രായത്തിലുള്ള ഔലിയാക്കള്, യുവാക്കള ഔലിയാക്കള്, കിളവൻ ഔലിയാക്കള്, ഇനി ഔലിയാക്കളെ പെണ്ണുങ്ങളുണ്ടാവും, ഔലിയാച്ചികള്. ഓല മീറ്റിംഗ് ഉണ്ടായെന്ന് അറിഞ്ഞൂടാ. അങ്ങനെ ഔലിയാക്കൾ ഒരു പട അവിടെ മടവൂരിന്റെ മീറ്റിംഗ്. പിന്നെ മടവൂർ ഇങ്ങനെ വന്നപ്പോ മടവൂര് മാത്രം കസാരയില്, ബാക്കി ഔലിയാക്കളൊക്കെ തറ. അങ്ങനെ ഔലിയാക്കൾ നിറഞ്ഞ സദസ്സ് കോഴിക്കോട്. ഇതാണ് ഒരു അവസ്ഥ. ഔലിയാക്കളെ സമ്മേളനമൊക്കെ നടത്തുന്ന ടീമാണ് ഇപ്പൊ ഔലിയാക്കളില്ലോ എന്നറിഞ്ഞ നിലവിളിക്കണേ. അപ്പൊ വഹാബി ഇത് കോഴിക്കോട് മടവൂര് ജീവിച്ചിരിക്കുന്ന കാലത്തല്ലേ വഹാബി 35, 40, 45 കൊല്ലം മുമ്പല്ലേ. ഇപ്പൊ ഔലിയാക്കൾ കുറവാണ് എന്നാണ് ഞങ്ങളുടെ വന്യരായ നൗഷാദ് അഹ്സനി ഉസ്താദ് പ്രസംഗിച്ചത്. അങ്ങനൊക്കെ വന്യരാട്ടപ്പല് ബമ്പരും വന്നരായ തൊഴിയൂർ ഉസ്താദ്, വന്നരായ അൻവർ ഉസ്താദ് അറിയും, അൻവരെ വരെയും വന്നരായ നൗഷാദ് അഹ്സനി ഉസ്താദ് ഒക്കെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഇങ്ങനെ ബഹുമാനിച്ചു പോവാണ്. അങ്ങനെ വന്നരായ നൗഷാദ് അഹ്സനി ഉസ്താദ് പറഞ്ഞത് ഈ കാലഘട്ടത്തിൽ ഔലിയാക്കളില്ല എന്നല്ലേ, അല്ല മടവൂരിന്റെ കാലത്തില്ല എന്നല്ലല്ലോ എന്ന് പറഞ്ഞ് ന്യായീകരിക്കാൻ നിൽക്കണ്ട. എല്ലാ കാലഘട്ടത്തിലും ഇഷ്ടംപോലെ ഔലിയാക്കളുണ്ട്. വേറൊരുത്തം പ്രസംഗിക്കണോളി. ഖുതുബുസ്സമാൻ എന്ന് പറഞ്ഞാൽ ഒരു ലോകം ഒരു കാലഘട്ടത്തിൽ നിയന്ത്രിക്കുന്നത് നമ്മളാരുമല്ല, 1,24,000 അള്ളാഹുവിന്റെ ഔലിയാക്കളാണ്. അത് ആനം ഫാൻ ഓരോ കാലത്തും ഉണ്ടാകും. ഷെയ്ഖുനയുടെ മൗലിദിൽ നിങ്ങൾ ചിലപ്പോൾ വായിച്ചിട്ടുണ്ടാകും. അതിൽ പറയുന്നുണ്ട് ഷെയ്ഖുനയുടെ ബയാൻ, ഒരാൾ മരിച്ചാൽ ആ സ്ഥാനത്തേക്ക് അള്ളാഹു നമ്മുടെ മുഷാവറിലേക്കൊക്കെ തെരഞ്ഞെടുക്കുന്നത് പോലെ അള്ളാഹു തെരഞ്ഞെടുക്കും. അത് മുഷാവറി തെരഞ്ഞെടുക്കുന്ന പോലെ ചിലപ്പോൾ അടുത്ത യോഗം വരെ മാറ്റി വെക്കൂല. ഒരാൾ മരിക്കുമ്പോൾ തന്നെ അള്ളാഹുവിന്റെ തെരഞ്ഞെടുപ്പ് ഉണ്ടാകും, വിലായത്തിന്റെ മക്കാമിലേക്ക് അവരെ ഉയർത്തും. അപ്പൊ 1,24,000 ഔലിയാക്കൾ ഈ ലോകത്ത് എല്ലാ സമയത്തും ഉണ്ടാകും. ഒരു കാലഘട്ടത്തില് ലോകം നിയന്ത്രിക്കുന്നത് നമ്മളാരുമല്ല, നമുക്ക് അഭിപ്രായമില്ല. ഞങ്ങൾ പറയണ അള്ളയെന്നാണ്, അള്ളയെന്നുള്ള അഭിപ്രായം നിങ്ങൾക്കും ഇല്ല. പിന്നെന്താണ്?
1,24,000 ഔലിയാക്കളാണ് ലോകം നിയന്ത്രിക്കുന്നത്. അത് എല്ലാ കാലഘട്ടത്തിലും ഉണ്ടാവും. അത് ഇപ്പോഴും ഉണ്ട്. അത് ഗവൺമെന്റ് സർവീസിൽ ഇരിക്കുന്ന സമയത്ത് വല്ല അപകടത്തിൽ മരിച്ച മാതിരിയാണ്. ഒരു ഔലിയാണ് മരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ കുട്ടി ഔലിയാണ് കയറും തന്ത ഔലിയാന്റെ സ്ഥാനത്തേക്ക്. അങ്ങനെയാണ് കുടുംബത്തിൽ. ഇപ്പൊ മടവൂരിന്റെ ബാപ്പ ഔലിയ, മടവൂർ ഔലിയ, മടവൂർ പെണ്ണിട്ടി മക്കളില്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ മോനെ ഔലിയായിരുന്നു, വല്യാപ്പി ഔലിയാണ് മടവൂരിന്റെ. അപ്പൊ ബാപ്പ മരിച്ച സ്ഥാനത്തേക്ക് ആ സർവീസിക്ക് പുതിയ ഔലിയാണ് കയറും ഡ്യൂട്ടി ഏറ്റെടുക്കാൻ, ലോകം നിയന്ത്രിക്കാനായി. അപ്പൊ എങ്ങനെയാണ് അവിടെ ഗ്യാപ്പ് വരില്ലല്ലോ. ഓരോ കാലഘട്ടത്തിലും 1,24,000 ഔലിയാക്കളാണ് ലോകം നിയന്ത്രിക്കണതെങ്കിൽ അതാണ് നിങ്ങളെ വിശ്വാസം. ഇത് നിങ്ങളെ സമസ്തന്റെ വിശ്വാസമാണ് ഈ പറയണത്. മനസ്സിലായോ? നിങ്ങളെ അക്കീദ ഒന്നാണ്, നിങ്ങളെ മദ്ഹബ് ഒന്നാണ്, നിങ്ങളെ അശ്അരി അക്കീദയാണ്, നിങ്ങൾ പഠിക്കുന്ന കിതാബ് ഒന്നാണ്, നിങ്ങളെ പഠിപ്പിച്ച ഉസ്താദുമാരൊന്നാണ്, നിങ്ങളെ ഉസൂൽ ഒന്നാണ്, എല്ലാം ഒന്നാണ്. ആ ഒന്നായ നിങ്ങൾ പറയുന്നു ഓരോ കാലഘട്ടത്തിലും 1,24,000 ഔലിയാക്കളുണ്ടാവും. അതിന് മുടക്കം വരൂല. ഒരു ഔലിയാണ് മരിച്ചു കഴിഞ്ഞാൽ വേക്കൻസിക്ക് ഒരു കുട്ടിനാട് കയറ്റും, തന്ത ഔലിയ മരിച്ചു കഴിഞ്ഞാൽ മോന ഔലിയനാട് കയറ്റും. ആ 1,24,000 ഔലിയാക്കൾ ഇപ്പോഴും ഉണ്ട് ലോകം നിയന്ത്രിക്കണോ. അതൊരു തലക്കപ്പറയും വേറെ തലക്കപ്പറയും മടവൂരാണ് ഇപ്പോൾ ലോകം നിയന്ത്രിക്കണമെന്ന് അറിയും. അതങ്ങനെ വൈരുദ്ധ്യാണിത്. മായാവി കഥകളാണല്ലോ, ഉള്ള ലുട്ടാപ്പി കഥകളാണല്ലോ, ഇതിന് ചോദ്യമില്ലല്ലോ. അപ്പൊ 1,24,000 ഔലിയാക്കൾ ഓരോ കാലഘട്ടത്തിലും ലോകം നിയന്ത്രിക്കുന്നുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയോടോ ഔലിയാക്കൾ കുറഞ്ഞോണ്ടാണ് മായല്ലാന്ന് പറയല്? നൗഷാദെ പൊട്ടാ, എങ്ങനെയാ പറയല്? അന്തം കമ്മിയെന്ന് ഇങ്ങനെ ഇടക്കിടക്ക് വിളിച്ചാലാണ് മൈക്കന്റെ മുമ്പ് കൂടി. അപ്പൊ ഇതെന്താ, ഓരോ സൂഫികൾ കഞ്ചാവ് അടിച്ച് ഓരോ കിതാബ് എഴുതിയിട്ടുണ്ടാവും. അത് ഒരുത്തം ഒരു തലക്കെന്ന് വായിക്കും, വേറെ തലക്കെന്ന് ഇങ്ങനെ വായിക്കും. മട്ടൽമ ചവിട്ടിയാൽ ഇവിടെ ചവിട്ടുമ്പോൾ ഇവിടെ പൊന്തും, അവിടെ ചവിട്ടുമ്പോൾ ഇവിടെ പൊന്തും. ഇത് ഇസ്ലാമിക പ്രമാണം എന്നല്ല ഈ പറയണത്. ഓരോ കഞ്ചാവ് അടിച്ച സൂഫികള് ഓരോ തിറകിൽ ചടഞ്ഞുകൂടി ഇരുന്ന് എഴുതിയ ഓരോ കിതാബുകൾ ഉണ്ടാവും, അങ്ങനെ വായിക്കാണ്. അപ്പൊ ഒരുത്തം പറഞ്ഞ മറ്റവനെ എതിരാകുമെന്നും ചിന്തിക്കൂല. അപ്പൊ ഔലിയാക്കൾ ഇല്ലാത്തതുകൊണ്ടാണ് ഇത്ര മഴ പെയ്യാത്തത്. അപ്പൊ ആ വാദം പൊളിഞ്ഞു. ഇപ്പൊ ഔലിയാക്കളുണ്ട്, ഇപ്പോഴും ഉണ്ട്. 1,24,000 ഔലിയാക്കളാണ് ലോകം നിയന്ത്രിക്കുന്നത്. പിന്നെയും എന്തുകൊണ്ട് മഴ പെയ്യുന്നില്ല കുരുവട്ടൂരികളെ? നൗഷാദെ, എന്താ അവിടെ ഇപ്പൊ മഴ പെയ്യാത്തത്? ആ ചോദ്യം ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഓൻ്റെയൊക്കെ മറുപടി ഉണ്ട്, കേട്ടോളി. അപ്പോൾ ഇവിടെ എന്തെല്ലാം സംഭവിക്കുന്നുണ്ടോ അതെല്ലാം അള്ളാഹു അവരിലൂടെയാണ്, അവർ അറിഞ്ഞുകൊണ്ടാണ്. അവര് മുഖേനയല്ലാതെ ഇവിടെ ഒന്നും സംഭവിക്കുന്നില്ല. ഇത് പറയുമ്പോൾ സ്വാഭാവികമായും ഉയർന്നു വരുന്ന ഒരു സംശയത്തിന്റെ മറുപടിയാണ് ഇന്ന് പറയുന്നത്. പലരും ചോദിക്കുന്ന ഒരു വിഷയമാണ്, അവർക്ക് ആ കഴിവുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇന്ന സ്ഥലത്ത് ആ കഴിവ് അവർ ഉപയോഗിച്ചില്ല? ഇങ്ങനെ ചില ചോദ്യങ്ങൾ വരാറുണ്ട്. ഇതേ ചോദ്യം ഇനി സുന്നികളാണ് എന്ന് പറയുന്നവരിൽ നിന്നും ഉണ്ടാകാറുണ്ട്. അതെങ്ങനെ? കാലക്കാരായ മശായിഖന്മാരെ സംബന്ധിച്ചാണ് അവർ ചോദിക്കുക. മുഹയ്യദ്ദീൻ ഷെയ്ഖിനെ കുറിച്ചും റിഫായി ഷെയ്ഖിനെ കുറിച്ചും ഒന്നും ചോദിക്കാൻ നമ്മൾ കേൾക്കാറില്ല. അതേസമയത്ത് ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരു വലിയ ഒരു ഷെയ്ഖ്, നിങ്ങളുടെ ഷെയ്ഖാണ്, ഇങ്ങനെ നിയന്ത്രണത്തിനും മറ്റൊക്കെ അധികാരമുള്ള ആണ് എങ്കിൽ എന്തുകൊണ്ട് ഇവിടെ വെള്ളപ്പൊക്കമുണ്ടായി, എന്തുകൊണ്ട് അവിടെ സഹായിച്ചില്ല, എന്തുകൊണ്ട് ഇവിടെ സഹായിച്ചില്ല, ഇന്ന ജീവിച്ചിരിക്കുന്ന ഷെയ്ഖ് എന്ന അർത്ഥത്തിൽ അവരും ചോദിക്കും. ഈ ചോദ്യവും യഥാർത്ഥത്തിൽ അള്ളാഹുവിനെതിരെയുള്ള ചോദ്യമാണ്. കാരണം അള്ളാഹുവാണ് അവർക്കും കുദ്റത്ത് നൽകുന്നത്. ഒരൊറ്റ ഉത്തരമേ അതിനുള്ളൂ. ആ ഉത്തരമാണ് ഇന്ന് നമ്മൾ പറയുന്നത്. കൂടുതലാക്കി പറയേണ്ടതൊന്നുമില്ല. മശായിഖന്മാർ, ഔലിയാക്കൾ എല്ലാം നിയന്ത്രിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞല്ലോ. എങ്ങനെയാണ് അവർ നിയന്ത്രിക്കുന്നത്? നിയാബത്തൻ അനില്ലാ, അള്ളാഹുവിന് പകരമായിട്ടാണ് അവർ ചെയ്യുന്നത്. ഒന്നുകൂടി, ഖലീഫത്തുല്ലാഹ്, അവരാരുടെ ഖലീഫയാണ്? അള്ളാഹുവിന്റെ ഖലീഫയാണ് അവർ. എല്ലാ ചോദ്യത്തിനുമുള്ള ഉത്തരമായി. എന്തുകൊണ്ട്? അള്ളാഹുവിന്റെ ഖലീഫയാകുമ്പോൾ അള്ളാഹുവിന്റെ സമ്മതവും അള്ളാഹുവിന്റെ ഓർഡറും ഇല്ലാതെ അവർ ചെയ്യുകയില്ല. അള്ളാഹു അങ്ങനെയാണ്. അള്ളാഹുവിന്റെ ഖലീഫമാർ അള്ളാഹുവിന്റെ അതേ റൂട്ടിലാണുള്ളത്. സുഹൃത്തുക്കളെ, ഇവർ ഇത്ര കാലം വായിട്ടരച്ചതൊക്കെ ഒരൊറ്റ വാദത്തുമ്പോ പൊളിയാൻ പോകട്ടോ. കാരണം ഔലിയാക്കള് ഇന്ന് ജീവിച്ചിരിക്കുന്ന മശായിഖന്മാര്, അതായത് ഇപ്പൊ ഒരുത്തൻ ചോദിക്കുകയാണ്, കുരുവട്ടൂർ ഹാഫിള്, ഓനാണ് ഇപ്പൊ ലോകം നിയന്ത്രിക്കണമെങ്കിൽ, ഓൻ എല്ലാത്തിനുള്ള പവർ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇവിടെ മഴ പെയ്യണില്ല, എന്തുകൊണ്ട് വെള്ളപ്പൊക്കം ഉണ്ടാവണു, എന്തുകൊണ്ട് പ്രകൃതിക്ഷോഭം ഉണ്ടാവണു, എന്തുകൊണ്ട് ഓൻ കാര്യങ്ങളൊന്നും നിയന്ത്രിക്കണില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ മറുപടി അതിനുള്ളൂ, അവരെന്ത് ചെയ്യും? അള്ളാന്റെ അനുമതി വേണം. അവരെ ഇഷ്ടത്തിനൊന്നും ചെയ്യൂല, അള്ളാന്റെ അനുമതി ഉണ്ടെങ്കിലേ ചെയ്യുള്ളൂ. കഴിഞ്ഞില്ല. അടുത്ത വാദം കൂടി കേട്ടോളി. അപ്പൊ ഇതിന്റെ ആകത്തുക ഒറ്റ ഉത്തരവേ ഉള്ളൂ. അവർ എന്തുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ ചെയ്യുന്നില്ല? അതിന് വന്നവരല്ല അവർ, ഒരിക്കലുമല്ല. അവരെന്തിനു വന്നവരാണ്? അവർ അള്ളാഹു ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി വന്നവരാണ് അവർ. അള്ളാഹുവോ? അള്ളാഹു എല്ലാ സ്ഥലത്തും ഒരുപോലെ അവന്റെ കഴിവുകൾ ഉപയോഗിക്കുന്നവനാണോ? അല്ല. അതിന് അവന്റേതായ നിയമങ്ങളുണ്ട്, അവന്റേതായ ശൈലികളുണ്ട്. ആ ശൈലികളിലാണ് അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങൾ. എങ്കിൽ അതുപോലെ തന്നെയാണ് അള്ളാഹുവിന്റെ ഖലീഫമാരുടെ പ്രവർത്തനവും. എന്താണ് ഈ പൊട്ടന്മാരി പറയണത്? നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ അവർ ചെയ്യൂല കാര്യങ്ങള്. അവർ അള്ളാഹുവിന്റെ പകരം വന്ന ആൾക്കാരാണ്. അപ്പൊ അള്ളാന്റെ മാതിരി തന്നെയാണ് അവരും. അതാണ് ഈ പറയണത്, പച്ചക്ക് പറയാണ്. അള്ളാഹുവിനൊരു കാര്യം ചെയ്യാൻ അള്ളാഹിന്റെ ഉദ്ദേശം ഉണ്ടല്ലോ,
അള്ളാന്റെ ഇഷ്ടപ്രകാരം അല്ല ചെയ്യുള്ളൂ. അതുപോലെ തന്നെയാണ് ഔലിയാക്കളും. അവരിഷ്ടപ്രകാരം മാത്രമേ അവർ ചെയ്യുള്ളൂ. അള്ളാന്റെ അനുമതി കിട്ടിയാൽ മാത്രമേ അവർ ചെയ്യുള്ളൂ. പൊളിഞ്ഞിയിലെ ചങ്ങായിമാരെ നിങ്ങൾ ഇസ്തിഹാസ എന്ന് പറഞ്ഞാൽ ഈ ചീട്ട് കൊട്ടാരം നിങ്ങൾ എന്ത് എത്രയും കാലം പറഞ്ഞിരുന്നത്? വല്ല നീലത്തിന്നും എന്നെ വിളിപ്പോർക്ക് വായിക്കൂടാ ഉത്തിരം നൽകും ഞാൻ എന്നോവർ മൊയ്തീൻ പറഞ്ഞു. ഏത് ലോകത്തുനിന്ന് ഏത് സമയത്ത് ഏത് സെക്കൻഡിൽ ആര് എപ്പ ഏത് ഭാഷയിൽ വിളിച്ചാലും വായ കൂടുന്നതിന് മുമ്പ് സഡൻലി ഉത്തരം. അല്ലാതെ അള്ളാന്റെ അനുവാദം ഇങ്ങനെ കിട്ടട്ടെ എന്ന് കാത്തിരിക്കലൊന്നുമില്ല അവര്. അതല്ല ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. അള്ളാന്റെ അനുവാദം കിട്ടാൻ കാത്തിക്കലില്ല. അവർ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യും ഓരോ കാര്യം. ഇപ്പൊ ആഫ്രിക്കയിൽ നിന്ന് ഒരുത്തം വിളിക്കുമ്പോഴും അന്റാർട്ടിക്കയിൽ നിന്ന് ഒരുത്തം വിളിക്കുമ്പോഴും അമേരിക്കയിൽ നിന്ന് ഒരുത്തം വിളിക്കുമ്പോഴും കേരളത്തിൽ നിന്ന് ഒരുത്തം വിളിക്കുമ്പോഴും സെക്കൻഡോട് സെക്കൻഡ് ഓരോരുത്തരും ലോകത്തിന്റെ നാനാഭാഗത്തുള്ള ഖുറാഫികളിൽ യോ ഷെയ്ഖ് യോ മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ചാടി കളിക്കുമല്ലോ. അതിനൊക്കെ ഇങ്ങനെ മൊയ്തീൻ ഷേഖ് ഇങ്ങനെ മണ്ടിൻ ചൊറിഞ്ഞുകൊണ്ട് അള്ളാന്റെ അനുവാദം കിട്ടാൻ വേണ്ടി കാത്തിക്കല തന്നെ. അതങ്ങൾ പറഞ്ഞതിനർത്ഥം അപ്പൊ അള്ളാന്റെ അനുവാദം കിട്ടിയില്ലെങ്കിൽ ഇസ്തിഹാസക ഉത്തരമില്ലാന്നോ? അതാണോ നിങ്ങൾ പറഞ്ഞതിന്റെ അർത്ഥം? ഞങ്ങൾ ഇത്രയും കാലം പറഞ്ഞതിന്റെ അള്ളാഹുവിനോട് ഒരു കാര്യം ചോദിച്ചാൽ 3 രീതിയിൽ ഉത്തരം കിട്ടും. സഡൻലി കിട്ടും ഞങ്ങൾ പറഞ്ഞിട്ടില്ല, ഖുർആനും പറഞ്ഞിട്ടില്ല, അള്ളയും പറഞ്ഞിട്ടില്ല. ഒന്നുകിൽ ചോദിച്ച ചോദ്യത്തിന് അതുപോലെ തന്നെ ഉത്തരം കിട്ടും, അല്ലെങ്കിൽ ആ ചോദ്യം മുഖേന അവന് വരാനിരിക്കുന്ന ആപത്തുകൾ അള്ളാഹു തട്ടിമാറ്റും. അതുമല്ലെങ്കിൽ അവന് പരലോകത്തിന് ഉത്തരം കിട്ടും. അപ്പൊ ഞങ്ങളിത് പറഞ്ഞപ്പോ നിങ്ങൾ ഇത്രയും കാലം പറഞ്ഞെന്താണ്? ഔലിയാക്കളോട് ചോദിച്ചാൽ പെട്ടെന്ന് ഉത്തരം കിട്ടും, ചോദിച്ച വായ കൂടുന്നതിന് മുമ്പ് ഉത്തരം കിട്ടും. ആ വാദം പൊളിഞ്ഞിലിടുന്നത് നമ്മളെ ഇഷ്ടപ്രകാരം നമ്മളെ അനുമതി പ്രകാരം ഓലേക്കൊന്നും കിട്ടൂല. അള്ളാന്റെ ഓർഡർ കിട്ടിയാലേ ഓലേക്കൊന്നും കിട്ടൂല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഓല ആവശ്യം? അല്ലല്ലേ ഇവിടെ ഈ ഖുറാഫിയൊക്കെ അള്ളഹാനോട് ചോദിച്ചാൽ പോരെ? ഞങ്ങളെ കാര്യം പിടി, ഞങ്ങൾ അള്ളഹാനോട് മാത്രം ചോദിക്കുന്ന ആൾക്കാരാ. ഈ ഖുറാഫി അള്ളഹാനെക്കാട്ടി പെട്ടെന്ന് ഉത്തരം കിട്ടാൻ വേണ്ടി ഔലിയാക്കൾ എടുത്ത് പോണത് അല്ലേ? ആ അള്ളഹാനോട് ചോദിച്ചു കഴിഞ്ഞാൽ ആ കിട്ടിയാ കിട്ടി, ഒരു വയന്ന ഉത്തരം അല്ലേ? അതിനാണ് മറ്റോ KSRTCന്റെയും ബെൻസിന്റെ ഉദാഹരണം പറഞ്ഞത്. അള്ളാഹ് എന്ന് പറഞ്ഞാൽ KSRTC ആണ്. അങ്ങനെ മുക്കിമൂലി എങ്ങനെ എത്തി ബൈക്കെന്നോടെ ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞാൽ അവിടെ കൊടുക്കും. ബെൻസ് ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ ബെൻസ് മാറിയാണ് സഡൻലി ഉദ്ദേശിച്ച സ്ഥലത്തെത്തും. അതല്ല ഇത്രയും കളങ്ങൾ പറഞ്ഞു. നിങ്ങളിപ്പോ ഔലിയാക്കളോട് ചോദിച്ചാൽ അള്ളാന്റെ അനുമതി പ്രകാരം കിട്ടുള്ളൂ, നിങ്ങൾ ചോദിക്കുമ്പോഴൊന്നും കിട്ടൂല നിങ്ങൾ പറഞ്ഞത്. ഇനി അതൊക്കെ പോട്ടെ, ഈ ചങ്ങായിന്റെ അല്ലെ ഈ നൗഷാദ്, ഈ പടുപുരോഹിതൻ, ഈ പടുജാഹില്, ഇവൻ എന്താ പ്രസംഗിച്ചത്? ഔലിയാക്കളെ കൈ മൊബൈൽ ഫോൺ കൊടുത്ത മാതിരിയാണ്. അതല്ലേ പേരോടും പോലും നമ്മളുടെ തർക്കം. ഒരുത്തം ഒരു മൊബൈൽ ഫോൺ വേറൊരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് ഇന്റെ അനുവാദം കിട്ടിയിട്ടേ ഓണാക്കാൻ പാടുള്ളൂ, ഇന്റെ അനുവാദം കിട്ടിയിട്ടേ കോൾ അറ്റൻഡ് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയാൻ പാടില്ല. അത് അവന്റെ ഇഷ്ടപ്രകാരം യൂസ് ചെയ്യാന്നല്ലേ ഇത്രയും കാലം പറഞ്ഞത് നൗഷാദെ? അതൊന്ന് കേട്ടു നോക്കി. എല്ലാ അധികാരങ്ങളും അവൻ ഉദ്ദേശിച്ചവർക്ക് അവൻ കൈമാറും. കൈമാറിയാ പിന്നെ നിയന്ത്രണം പോലെ ഉണ്ടാവും. ഇപ്പൊ ഞാൻ ഈ മൊബൈൽ ഫോൺ ഒരാൾക്ക് കൊടുത്താൽ പിന്നെയും അത് സ്വിച്ച് ഓഫ് ആക്കലും ഓണാക്കലും ഞാൻ തന്നെയാണെന്ന് പറഞ്ഞാൽ അവനെ കൊടുക്കലാവും. അത് കൊടുത്തു കഴിഞ്ഞതാണ്. എന്നതുപോലെ ആലമിന്റെ ഒക്കെ നിയന്ത്രണം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ആളുകൾക്ക് നൽകുന്നു. ഇതാണ് ഇപ്പൊ ഇത്രയും കാലം പ്രസംഗിച്ച വാദം. ഒരു മൊബൈൽ ഫോൺ ഞാൻ ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് ഞാൻ തന്നെ കൈകാര്യം ചെയ്യണമെന്നാണ് നടക്കുവോ? അത് പിന്നെ കൊടുത്ത ആൾക്ക് യഥേഷ്ടം അവന് ഇഷ്ടം പോലെ ഉപയോഗിക്കാം. അതുപോലെയാണ് ഔലിയാക്കൾക്ക് അള്ളാഹ് കഴിവ് യഥേഷ്ടം കൊടുത്തിട്ടുണ്ട്. ഉത്തരം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഉത്തരം നൽകാനുള്ള കഴിവ് കൊടുത്തിട്ടുണ്ട്. അള്ളാന്റെ അനുമതിക്ക് കാത്തിക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ പറഞ്ഞ മോപ്പ പറയാണ് മഴ ലഭിക്കാത്തത് അങ്ങനെ നമ്മൾ ചോദിച്ച മാതിരി ഒന്നും കിട്ടൂല, അള്ളാന്റെ ഓർഡർ കിട്ടിയാലേ കിട്ടുള്ളൂ. ഇതാണ് കുബൂരിസം, ഇതാണ് സൂഫിസം, ഇതാണ് ഖുറാഫിസം, ഇതാണ് കുരുവട്ടൂരിസം. മനസ്സിലായോ? ഒന്നിനും ഒരു സ്ഥിരത ഉണ്ടാവില്ല. വൈരുദ്ധ്യങ്ങളുടെ കലവറ, വട്ടന്മാരുടെ കലവറ, അതാണ് ഈ കുരുവട്ടൂരിസം എന്ന ഈ മുതല്. കഴിഞ്ഞിട്ടില്ല. ഇവരുടെ പ്രസംഗങ്ങൾ ഇനിയും പോസ്റ്റ്മോർട്ടം ചെയ്യാനുണ്ട്. ഓരോ പിഴച്ച വാദങ്ങളും. അതിന്റെ അടിയിൽ നിന്ന് ഒരു കാര്യം കൂടി പറയണ്ടേ, ഇവരുടെ ചാനലിൽ നിന്ന് ഇവരിട്ട പല പ്രസംഗങ്ങളും ഇവർ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. 1, 2, 10 പ്രസംഗങ്ങളല്ല ഇവരെ ചാനലിൽ നിന്ന് ഇവർ ഒഴിവാക്കിയിട്ടുള്ളത്. മനസ്സിലായോ? ചിലതൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ആൾക്കാരെങ്കിലും തല്ലിട്ടൊന്ന് പേടിച്ചിട്ടായിരിക്കും, അല്ലാതെ പേടിച്ചിട്ടൊന്നുമല്ല. എന്തൊക്കെ ആണെങ്കിലും ഈ കുരുവട്ടൂരിസം എന്ന ഈ ദജ്ജാലിസം, ഈ ജൂദായിസം, ഇത് കേരള മുസ്ലിങ്ങളുടെ മുമ്പിൽ തുറന്നു കാട്ടിയിട്ട് ഞങ്ങൾ സലഫികൾ അടങ്ങുകയുള്ളൂ. സമസ്തക്കാര് എന്താണ് ഈ കുബൂരിസം, എന്താണ് ഈ ഖുറാഫിസം, എന്താണ് ഇവരുടെ മാലകളിലും മൗലിദുകളിലും ഇവരുടെ സൂഫിയാക്കളുടെ കിതാബുകളിലുമുള്ള പിഴച്ച വാദങ്ങളെന്ന് സമസ്തക്കാർ മനസ്സിലാക്കണം. എന്നിട്ട് നിങ്ങൾ യഥാർത്ഥ ദീനിലേക്ക്, യഥാർത്ഥ അഹ്ലുസുന്നത്തിലേക്ക് മടങ്ങണമെന്നാണ് ഈ അവസരത്തിൽ അവരോട് ഞങ്ങൾക്ക് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത്. നിങ്ങൾ തെറ്റുകാരല്ല, നിങ്ങൾ ദീനീ സ്നേഹികളാണ്, പാവപ്പെട്ട സമസ്തക്കാര്. അവരിതൊക്കെ പറയുന്നത് ദീനാണ് തിരിച്ചിട്ടാണ് ഈ ചെങ്ങായിമാർക്ക്, ഈ പടുപുരോഹിതന്മാർക്ക് കായും കോയും പള്ളർച്ച കൊടുക്കണത്.
അത് നിർത്തണം. നിങ്ങൾ യഥാർത്ഥ ദീൻ എന്താ മനസ്സിലാക്കണം, യഥാർത്ഥ അഹ്ലുസുന്നത്തിന്റെ ആദർശം എന്താ നിങ്ങൾ മനസ്സിലാക്കണം. അതിനുള്ള ചൂണ്ടുപലകകളാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ വീഡിയോകളും. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.